നിറഞ്ഞ ഈ ഗുരുദേവനെക്കുറിച്ച് അറിഞ്ഞ് അറിവിൽ ആമഗ്നനാകാൻ വന്നിരിക്കുന്ന ഈ സദസ്സിനെ എല്ലാവർക്കും ആ അറിവിലാടനം ചെയ്തു പോകാനുള്ള അനുഗ്രഹം ഗുരുദേവൻ്റെ ഉണ്ടാകട്ടെ. അതുപോലെ കോട്ടയത്ത് നിന്ന് ശിവഗിരി മഠത്തിലെ വിശിഷ്ട സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എം സോമനാഥൻ സാറ്, കോട്ടയത്ത് നിന്നെത്തി ഇവിടെ കൃതികൾ നന്നായി പാരായണം ചെയ്ത ഷാജിമോൻ ഒളശ, എല്ലാവർക്കും, അതുപോലെ നമ്മുടെ രജിസ്ട്രാർഡ് വേദിയിലുണ്ട് രജിസ്ട്രാർക്കും ഒക്കെ. ഇന്നെനിക്കിവിടെ ഒരു അവസരം കിട്ടിയത് തന്നെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ ഗുരുധർമ്മ പ്രചരണ സഭയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്ന് കരുതട്ടെ. അതുപോലെ ഈ വർഷത്തെ തീർത്ഥാടനം വളരെയധികം പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ആശാൻ്റെ ദേഹവിയോഗത്തിൻ്റെ ഇതായിട്ടുള്ള 100ാം വാർഷികം, അതുപോലെ സർവമത സമ്മേളനത്തിൻ്റേതായിട്ടുള്ള 100ാം വാർഷികം, വത്തിക്കാനിലൊക്കെ പോയി ശ്രേഷ്ഠ സൗഭാഗ്യങ്ങളുമായിട്ട് വന്നെത്തിയ സ്വാമിമാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത്രയും ഒക്കെ ഭാഗ്യം നിറഞ്ഞ ഒരു തീർത്ഥാടന കാലമാണ് ഇതെന്നറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃപയെ ആവോളം നുകരാൻ ഭക്തജനങ്ങൾക്ക് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. സശരീരനായിരുന്ന കാലത്തും അല്ലാത്തപ്പോഴും വിശ്വാസികൾക്കെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃപാകടാക്ഷം എപ്പോഴുമുണ്ട്. ആ കൃപാർദ്ര ഹൃദയനായ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ആശാൻ എഴുതിയ ഒരു 2-3 ശകലങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ആശാനോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും നമ്മളുടെ എല്ലാവരുടെയും ബഹുമാനം ഉൾച്ചേർന്നുകൊണ്ട് ആശാൻ്റെ ആ കവിത 2 വരി ഒന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ് ഇവിടെ ഈ ഒരു സമയം ഞാൻ വിനിയോഗിക്കുന്നത്. അപ്പോൾ ഗുരുഗീതയിൽ ശിവഭഗവാനോട് പാർവതീദേവി ചോദിക്കും, കേന മാർഗേണ ഭോ സ്വാമിൻ ദേഹി ബ്രഹ്മമയോ ഭവേത്. ഏത് മാർഗത്തിലാണ് ഈ ദേഹി ബ്രഹ്മമായി ഭവിക്കുന്നത് എന്ന് പറഞ്ഞു തന്നാലും ഭഗവാനെ, ആരെയാണ് ഇത്രയും 33 കോടി ദേവതകളുള്ളതിൽ ആരെ ആശ്രയിച്ചാലാണ് ഈ ഓരോരുത്തർക്കും ജീവികൾക്ക് മോക്ഷമുണ്ടാകുക എന്ന് ചോദിക്കുമ്പോൾ ശിവഭഗവാൻ പറയുന്ന ഉത്തരം, അത് ഗുരുമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ഗുരുപാദത്തെ പാനം ചെയ്യുന്നവർ, ഗുരുവിനെ നിത്യവും സ്മരണം ചെയ്യുന്നവർ, ഗുരുവിനെ നിത്യം ആരാധയൻ ഗുരും ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധം. ഗുരുവിൻ്റെ സന്നിധിയിൽ നിർലജ്ജമായി സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നവർക്ക് ഗുരുപാദോദകം പീത്വ, ഗുരുപാദോദകത്തെ കുടിക്കുന്നവർക്കൊക്കെയാണ് ഈ മോക്ഷം സംഭവിക്കുക. അതുകൊണ്ട് ഒരു ഗുരുവിശ്വാസി അല്ലെങ്കിൽ ഗുരുവിനെ സ്നേഹിക്കുന്ന, ഗുരുവിൻ്റെ വാക്കുകളെ വിലമതിക്കുന്ന ജീവിതചര്യയുള്ള ഒരു ഭക്തൻ എവിടെയാണോ ഉള്ളത്, അയാൾ നിൽക്കുന്ന പരിസരം പോലും, ആ വസുധ പോലും സുകൃതിയായിത്തീരും. അവനെ പ്രസവിച്ച അമ്മ സുകൃതിയായിത്തീരും, അവൻ്റെ അച്ഛൻ സുകൃതിയായിത്തീരും, അവൻ്റെ കുടുംബം സുഹൃതമായി വന്നു ഭവിക്കുമെന്നാണ്. അപ്പം അത്രയുമാണ് പ്രാധാന്യം ഗുരുവിൻ്റെ വിചാരത്തിൽ. ആ ഗുരുവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ളതാണ് ഗുരുഭക്തരായ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ് ആചരിക്കേണ്ടത്. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു, അധ്യക്ഷനല്ല സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, പല ആളുകളും വന്ന് പ്രഭാഷണം നടത്തുമ്പോൾ ഗുരുദേവ ചരിത്രവും കൃതികളും ഒക്കെ പഠിപ്പിക്കാറുണ്ട്. നമ്മളെല്ലാവരും വന്ന് പഠിച്ച് കേട്ടു പോകാറുണ്ട്. പുറമേ നമ്മൾ ഏപ്രിൽ മാസത്തിലെ ചിത്ര പൗർണമിക്കുമൊക്കെ നല്ല ഭംഗിയായ ക്ലാസ്സുകളൊക്കെ കേട്ട് പോകാറുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ആചരിക്കുന്നതിലാണ് നമുക്കൊക്കെ വളരെ പ്രയാസം. ഇത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ കഴിഞ്ഞൊക്കെ ഹൃദയത്തിൽ നിന്നത് മാഞ്ഞു പോവും. വീണ്ടും വിചിന്തനം ചെയ്ത് ഗുരുദേവൻ്റെ ഏതെങ്കിലും ഒരു വാണിയെ ഒന്ന് സ്വാംശീകരിച്ച് ജീവിതത്തിൽ ഉടനീളം അത് അനുവർത്തിച്ച് മറ്റുള്ളവർക്കും കൂടി ഒന്ന് കാണാൻ പാകത്തിന് ഓരോ വ്യക്തികളും ഉന്നതരാകുന്ന, അത്രയും ആശയങ്ങൾ കൊണ്ട് ഉന്നതമാകുന്ന ആ അറിവിൻ്റെ തീർത്ഥാടനത്തിന് വേണ്ടിയാണ് നമ്മൾ 92ാമത് പ്രാവശ്യവും നമ്മുടെ പൂർവികരുൾപ്പെടെ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃപ നമ്മൾ എപ്രകാരം അനുഭവിച്ചിട്ട് ആ ഒരു ഋഷിയോടുള്ള കടം തീർക്കാതെ പോകുന്നത് നമ്മുടെ ജന്മത്തിൽ നമുക്ക് ഒരു സാഫല്യം തരികയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ എത്രമാത്രം ഗുരുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാമോ, എത്രമാത്രം ഗുരുവിനെ നമുക്ക് അനുഭവിക്കാമോ അത്രമാത്രം അനുഭവിക്കുക. അപ്പോൾ
അച്ഛൻ പറയാണ്, പ്രീതിക്ക് ആളാകിൽ ഓരാതഖില മഹിമയും നൽകും ഏതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലെ ഏതിനും മൂലമല്ലോ ഗുരുകൃപ. അപ്പം ഗുരുകൃപയാണ് ഏത് നമ്മുടെ സൗഭാഗ്യത്തിനും മൂലം. നേരത്തെ ശിവഭഗവാൻ പറഞ്ഞത് തന്നെയാണ് ആശാനും പറഞ്ഞു വച്ചിരിക്കുന്നത്, ഗുരുകൃപയാണ് അതിൻ്റെ മൂലം. അപ്പം ഗുരുകൃപ വന്നു ചേരണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പം നമ്മുടെ ഒരു കുടുംബത്തിലായാലും ഒരു കൃപ, അച്ഛനും അമ്മയ്ക്കും പ്രീതിയുള്ളൊരു പുത്രനാകണമെങ്കിൽ ആ പുത്രൻ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് വായിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ വിക്കഴിഞ്ഞു പോയി തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു പുത്രനോടും ഒരച്ഛനും ഒരമ്മയ്ക്കും പ്രീതി ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഈ ഗുരുവിനും പ്രീതി ആ ഗുരുവിൻ്റെ പ്രീതി ഉണ്ടാക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോഴാണ് ഗുരുകൃതികളും ഗുരുധർമ്മവും ഒക്കെ നമുക്ക് ആ വെളിച്ചമാകുന്നത്. അപ്പോൾ ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്ന പഞ്ചമഹായജ്ഞങ്ങളും ശുദ്ധികളുമൊക്കെ അനുവർത്തിച്ചു പോകുന്ന ആ പഞ്ചമഹാധർമ്മങ്ങളുമൊക്കെ അനുവർത്തിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഗുരു കാരുണ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൃപയുണ്ടാകും എന്നാണ്. അപ്പം എങ്ങനെയാണ് ഗുരുകൃപ വന്നു ചേരുന്നത്? അപ്പം കൂടത്തിൽ നടന്ന് നമ്മൾ ഗുരുവിൻ്റെ കൃതികൾ ഇഷ്ടംപോലെ പാരായണം ചെയ്തുകൊണ്ടും ഗുരുവിൻ്റെ കഥ പറഞ്ഞതുകൊണ്ടും ഒന്നും ഗുരുവിൻ്റെ കൃപ നമുക്ക് വന്നു ചേരണമെന്നില്ല. അപ്പം നമ്മൾ എറണാകുളത്തേക്ക് പോകുന്ന യാത്രയിൽ പൂത്തോട്ട കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, പുതിയകാവിനും പൂത്തോട്ടയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലം. അവിടെയാണ് മണ്ടാനത്ത് നാണുവാശാൻ ജീവിച്ചിരുന്നത്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു എന്നാണ്. അദ്ദേഹം വൈദ്യനായിരുന്നു, പണ്ഡിതനായിരുന്നു. അന്ന് കെട്ടുകല്യാണം ഗുരുദേവൻ നിർത്തിച്ചതായിട്ട് കൊല്ലത്ത് കരിങ്കുളത്ത് ചെന്ന് കെട്ടുകല്യാണം നിർത്തിച്ചൊരു വാർത്ത ലോകമൊട്ടാകെ പകർന്നിരിക്കുന്ന ഒരു സമയം. അന്ന് ഇതുപോലെയുള്ള വാർത്താമാധ്യമങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഗുരുവിൻ്റെ കൂടെ നിൽക്കുന്ന ചില ആളുകളാണ് ഗുരുവിൻ്റെ പ്രഖ്യാപനങ്ങളെയൊക്കെ ലോകത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഗുരുകൽപ്പന അങ്ങനെ ലോകത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ, അതായത് കരിങ്കുളത്തെ കെട്ടുകല്യാണം നിർത്തി ഇനി നമ്മുടെ സമൂഹത്തിലുള്ളവരാരും തന്നെ കെട്ടുകല്യാണം എന്നുള്ള ആ ഒരു അനാചാരത്തെ ഇനി പിന്തുടരേണ്ടതില്ല എന്ന ഒരു കാര്യത്തെ മറ്റു ജനങ്ങളിലേക്ക് അറിയിക്കുന്നതിന് ഉള്ള ഒരു ആളായിരുന്നു ഈ മണ്ടാനത്തെ ഈ വൈദ്യൻ. അദ്ദേഹം അങ്ങനെയൊക്കെ പല സ്ഥലത്തും പോയി പ്രസംഗിച്ചു. ഗുരുവിങ്ങനെ കെട്ടുകല്യാണം, തിരണ്ട് കല്യാണം, അതെല്ലാം അങ്ങനെയുള്ള അനാചാരങ്ങളെയൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രസംഗിച്ച് നടന്നു. ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ മകള് ഈ കെട്ടുകല്യാണം നടത്തേണ്ട ഒരു അവസരം വന്നപ്പോഴേക്കും അദ്ദേഹം ഈ പ്രഭാഷണം നടത്തിയതൊക്കെ മറന്നുപോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീടായ ഇടപ്പള്ളിയിൽ ചെന്നിട്ട് ആ വീട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ കെട്ടുകല്യാണം നടത്തുകയുണ്ടായി എന്നാണ്. അപ്പോൾ ആരൊക്കെയോ അതറിഞ്ഞിട്ട് ഗുരുവിനോട് വന്ന് പറയുന്നു, ഇങ്ങനെ ഇദ്ദേഹം അങ്ങനെ കെട്ടുകല്യാണം നടത്തി. അപ്പോൾ ഗുരു പറഞ്ഞു, അത് നാം അറിഞ്ഞിരിക്കുന്നുവല്ലോ. പക്ഷേ ഗുരുവിനോട് ആരും വന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, എങ്കിലും ഗുരു അത് അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നും പറഞ്ഞു. അപ്പോൾ കേട്ട ആളുകളെല്ലാം വിചാരിച്ചു, ഇനി എന്തായാലും നടന്നു, ഇനി അങ്ങനെ കെട്ടുകല്യാണം ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഗുരു പറഞ്ഞതെന്നൊക്കെ ആളുകൾ കരുതിയെങ്കിലും കാലം പിന്നീട് ചെന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഊലന് 18 വയസ്സായി. ഒരു വിവാഹാലോചനക്കാരും വന്ന് അന്വേഷിക്കുന്നില്ല. നല്ല സുന്ദരിയാണ് അദ്ദേഹം. ആ സ്ത്രീയും വൈദ്യത്തിലൊക്കെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാസമ്പന്നയൊക്കെയാണ്. സുന്ദരിയാണെങ്കിലും കുടുംബമഹിമയുണ്ടെങ്കിലും ഈ വിദ്യാധനം ഉണ്ടെങ്കിലും ഒന്നും തന്നെ ഒരു പുരുഷൻ കല്യാണാലോചനയായി വരാത്തതിൽ ആ വീട്ടുകാർക്ക് വളരെയധികം ദുഃഖം തോന്നുകയും, അപ്പോൾ ചിലരെങ്കിലും പറഞ്ഞു, ഇദ്ദേഹം ചെയ്തതൊരു ശരിയായില്ല, അതിൻ്റെ ഒരു ദോഷമാണ് ഇങ്ങനെ വന്നു ഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഏകദേശം അത് ബോധ്യപ്പെട്ട ഈ വൈദ്യൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്ത് വരികയും ഒരു സമാധാനമൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം പുത്തങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് പൂത്തോട്ട ശ്രീനാരായണ ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പുരുഷൻ ഈ സ്ത്രീയെ ആലോചിച്ച് ചെല്ലുന്നു. കല്യാണമൊക്കെ ഉറപ്പിക്കുന്നു. അങ്ങനെ കല്യാണം ചേന്നൻ എന്ന് പറയുന്ന യുവാവ് ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ നിശ്ചയിക്കുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നു. വിവാഹം നിശ്ചയിച്ച ദിവസം എല്ലാ കരക്കാരെല്ലാം വന്ന് മേളമായിട്ട് കല്യാണം നടത്താനുള്ള ഒരുക്കങ്ങളിലെല്ലാം ഇരിക്കുകയാണ്. ആ സമയത്താണ് പുടവ കൊടുക്കുന്നതിന് വേണ്ടി ഈ ചേന്നൻ്റെ
കുടുംബത്തിലുള്ള സ്ത്രീജനങ്ങളൊക്കെ ഈ ഊലൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. അങ്ങനെ വസ്ത്രമൊക്കെ അണിയിച്ചൊരുക്കുന്ന സമയത്ത് ഈ അവിടുത്തെ അതിലേക്ക് പോയ മൂത്ത സ്ത്രീയെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ഇവർ കൊണ്ടുചെന്ന ഈ ആടയാഭരണങ്ങളൊക്കെ പെട്ടിയിലാക്കി തിരിച്ചിറങ്ങി നടന്നു പോകുന്നൊരു കാഴ്ച കാണാം. അപ്പോൾ ചോദിക്കുന്നു, എന്താണ് ഇത്, ഇവരിറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. എല്ലാവരും പുറകെ കൂടി എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു, കല്യാണത്തിന് വന്ന എല്ലാവരും ആകാംക്ഷയോട് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഈ അശ്രീകരത്തെ നമുക്ക് വേണ്ട. എന്താണ് കാര്യമെന്ന് ആർക്കും മനസ്സിലായില്ല. വീണ്ടും ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇന്ന് ഈ വിവാഹ മംഗള ദിവസം ഈ സ്ത്രീ രജസ്വലയാണ്, അതുകൊണ്ടാണ് ഇവളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ അവർ പോകുന്നു. പോയ പോക്കിൽ അവരൊരു വാർത്തയും കൂടി പറഞ്ഞു, ഇനി ചേന്നന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ സ്ത്രീയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തന്നാൽ മതിയെന്ന്. അപ്പം അത്രയും ഒരു സ്ത്രീയെ വന്ന് വളരെ ആർഭാടപൂർവ്വം ഒരു പുരുഷൻ്റെ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതിന് പകരം ആ സ്ത്രീയെ അങ്ങ് കൊണ്ടാക്കണമെന്നുള്ള ഒരു അപമാനം, എത്രമാത്രം താങ്ങാനാവാത്ത അപമാനം ആ വീട്ടുകാർക്കുണ്ടായി. അപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ അന്ന് പറഞ്ഞ ഇനി അങ്ങനെ ഒന്നുണ്ടാകില്ലല്ലോ എന്നാണ്. പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. എല്ലാം അന്വേഷിച്ച് ചെല്ലുമ്പോഴും ഊലൻ്റെ ജീവിതമായാലും മറ്റ് 8 മക്കളുള്ള പുരുഷന്മാരുൾപ്പെടെയുള്ള മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരുടെ ജീവിതമായാലും ഒന്നും കുടുംബജീവിതം വളരെ സാർത്ഥകമായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട് ആ സ്ഥലത്ത് ഉണ്ട്. ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പോലും വിവാഹ മംഗളം ഉണ്ടാകാൻ പ്രയാസപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം ഇതാണ് ഗുരുവിൻ്റെ എന്താണ് ആ ഒരു ഇഷ്ടക്കേട്. എപ്പോഴെങ്കിലും ഗുരുവിൻ്റെ വാണികളെ നമ്മൾ ചവിട്ടി മെതിച്ചല്ലെങ്കിൽ ഗൗനിക്കാതെ പോകുമ്പോൾ ഒരു ഋഷിയോടുള്ള കടം വീട്ടുന്നതിന് പകരം ആ ഋഷിയുടെ ശാപം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഗുരു നമ്മളെ ആരെയും ശപിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഗുരുവിൻ്റെ മനസ്സും ഈ വിശ്വത്തിൻ്റെ മനസ്സും ഒന്നാണ്. അപ്പം ഗുരുവിൻ്റെ മനസ്സിലൂടെ എടുക്കുന്ന ഒരു ചിന്തയെ വിശ്വം അത് സാക്ഷാത്കരിച്ചു കൊടുക്കും, വിശ്വത്തിൻ്റെ ഊർജം അത് സാക്ഷാത്കരിച്ചു കൊടുക്കും. അതുപോലെ അല്ലാതെ നമ്മൾ ഇപ്പോൾ ഈ ആശാന ഗുരുദേവനൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ശപിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചത് എന്താണ്, വിശ്വത്തിൽ സംഭവിച്ചത് എന്താണ്, ഇതാണ് സംഭവിച്ചത്. അപ്പം പ്രീതിക്കാളായിത്തീരുക എന്നുള്ളത് നമ്മളെല്ലാവരും ഓർത്തു വയ്ക്കേണ്ട ഒന്നാണ്. ഗുരുവിൻ്റെ പ്രീതിക്കാളാകുക, അല്ലെങ്കിൽ ആ അപ്രീതിയിൽ എന്തുണ്ടാകും, അപജയമുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലേ ഏതിനും മൂലമല്ലോ ഗുരുകൃപ. അപ്പം ഗുരുകൃപ ഉണ്ടെങ്കിൽ ഏതും സാധിക്കും എന്നാണ്. ഗുരുകൃപയില്ലാതെ പോയാൽ സംഭവിക്കുന്നതൊക്കെ വളരെ മോശമായിരിക്കും. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് മുട്ടത്തറ ക്ഷേത്രം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഈ താഴേക്കിടയിലുള്ള ജനങ്ങൾ, അതായത് ദളിതരായിട്ടുള്ള ആളുകളെ കൂടി ഇവിടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഗുരുദേവൻ പറയുകയും എന്നാൽ ക്ഷേത്ര ഭാരവാഹികൾ അതിന് അത്ര വലിയ കാര്യം കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തൊരു സമയത്ത് അവിടെ ക്ഷേത്ര ചടങ്ങുകൾക്ക് പോലും ഇവർ മത്സരിക്കുന്നൊരവസ്ഥ പിന്നീടുണ്ടായി എന്നാണ്. അപ്പോൾ 2 ചേരിയായി മത്സരിക്കുന്ന ആളുകൾ ഒരു ദിവസം ഗുരുദേവനെ മധ്യസ്ഥനായിട്ട് വിളിക്കുകയാണ്, ഈ പ്രശ്നമൊന്ന് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗുരുദേവൻ ചെല്ലുന്നു. ഗുരുദേവന് നല്ല പീഠങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നു. 2 വരിയായിട്ട് 2 അഭിപ്രായക്കാരൊക്കെ നിൽക്കുന്നു. ഗുരുദേവൻ ചോദിക്കുന്നു, നാം പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം എന്താണ് പറഞ്ഞ കാര്യം? ഈ താഴെ വരെ വന്ന് ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റാതെ നിൽക്കുന്ന ഒരു താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളുണ്ട്, അവരെ ഈ ക്ഷേത്രത്തിലേക്ക് കയറ്റുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല, അതിന് കുറച്ചുകൂടി ആലോചിക്കണം, അല്ലെങ്കിൽ അതിനെ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എന്ന് ഒരു കൂട്ടർ പറയുന്നു. അടുത്ത കൂട്ടർ സ്വാമി ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അവർ പറഞ്ഞു, ആദ്യത്തെ ആൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്കും പറയാനുള്ളത്. അപ്പോൾ സ്വാമി ഉടനെ പറഞ്ഞു, ശരി, നിങ്ങൾ തമ്മിൽ യോജിപ്പായല്ലോ, നിങ്ങൾ 2 പേരും പറഞ്ഞത് ഒരു കാര്യം, യോജിപ്പായല്ലോ, ഇനി നമ്മുടെ കാര്യം, നമ്മുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിറങ്ങിപ്പോകുന്നൊരു സന്ദർഭം. അപ്പം ഗുരുവാണികൾ എവിടെയാണോ നമ്മൾ വിലമതിക്കാതെ പോയിട്ടുള്ളത് അവിടെയൊക്കെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതുപോലെ പ്രീതിക്ക് ആളായാൽ, എം പി മൂത്തേടത്തിൻ്റെ കുടുംബത്തിന് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മംഗളങ്ങളെ
നമ്മൾ ഓർക്കുക. എം പി മൂത്തേടം എത്ര പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്. ആ മൂത്തേടത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ആ നാണയങ്ങളൊക്കെ കൊണ്ടുവന്ന് നിലയിൽ വെച്ച് സ്വാമിക്ക് സമർപ്പിക്കുന്ന സമയത്ത് ആകർഷകപൂർവ്വം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും നോക്കിയിട്ട് നിനക്കുള്ളത് എനിക്കും എനിക്കുള്ളത് നിനക്കുമെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട പാറന് അത് സമ്മാനിച്ചപ്പോൾ ആ പാറൻ്റെ സ്നേഹം, ഗുരുവിനും പാറനും തമ്മിലുള്ള ഒരു ഹൃദയപരമായ ഒരു ഐക്യം എത്രമാത്രമായിരുന്നു. ആ ഐക്യത്തെ, ആ ഹൃദയം, ആ പാറൻ സമ്പാദിച്ച ഗുരുവിൻ്റെ കൃപയാണ് ഇപ്പോഴും ആ കുടുംബത്തെ നല്ല ഐശ്വര്യകരമായി നയിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരിക്കലും ശിവഗിരിയിൽ നിന്ന് ഒരു വേദിയിൽ നിന്ന് ആ പാറൻ്റെ കുടുംബത്തിലെ ഒരു പ്രതിനിധി ഇവിടെ ഒരു ഡോക്ടറേറ്റ് വെളിയിൽ പോയിട്ട് അദ്ദേഹത്തിന് ഒരു ലോകതലത്തിൽ 6-7 പേർക്ക് മാത്രം സംസാരിക്കാൻ കിട്ടുന്നൊരു വേദിയിൽ അദ്ദേഹത്തെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ദിവസം ആ പാറൻ്റെ കുടുംബത്തിലെ ഒരു അംഗം ഇവിടെ സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. അപ്പം അത്രയും കൃപ. അതുപോലെ പാറൻ്റെ കുടുംബത്തിലെ ഒരു പിന്നെ എന്താണ്, ജില്ലാ കളക്ടർക്ക് ഒരു ലേഡി, ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് അവർ ഭരിച്ചിരുന്ന കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത എത്ര സ്നേഹോഷ്മളമായ ഒരു യാത്രയപ്പ് കൊടുത്തതൊക്കെ നമ്മൾ ഈ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു. അപ്പം അതാണ് കൃപ സമ്പാദിച്ചവരുടെക്ക് ഇപ്പോഴും എപ്പോഴും ഗുരുദേവൻ്റെ കൃപ ഉണ്ടായിരിക്കുന്നവരുടെ അനുഭവം. അതാണ് നേരത്തെ ഗുരുഗീത പറഞ്ഞത്. ഈ കൃപ സമ്പാദിച്ചവർക്ക് അവർ നിൽക്കുന്ന ഭൂമി പോലും, ആ വസുധ പോലും പുണ്യമായി തീരും. അവരുടെ കുടുംബം പുണ്യമാകും, അച്ഛൻ പുണ്യമാണ്, അമ്മ പുണ്യവതിയാകും എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ ഓർക്കുക, എത്രയോ അനുഭവങ്ങളാണ് ഗുരുവിൻ്റെ ആ കൃപയ്ക്ക് പാത്രമായവർക്ക് പറയാനുള്ളത്. വഴിക്കാട്ടിൽ ശങ്കരനെക്കുറിച്ച് നമ്മളെല്ലാവരും ഈ സുനാമി വന്ന സമയത്ത് കേട്ടിരുന്നു. വഴിക്കാട്ടിലെ ശങ്കരൻ്റെ ഭവനത്തിലേക്ക് എപ്പോഴും കടൽ വന്ന് കയറി അദ്ദേഹത്തിൻ്റെ പറമ്പെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നൊരു അവസരത്തിലാണ് ശ്രീനാരായണ ഗുരുദേവനെ വന്ന് കാണുന്നതും. ശ്രീനാരായണ ഗുരുദേവൻ ബോധാനന്ദ സ്വാമിയോട് പറയുന്നു, വൈക്കാട്ടിൽ ശങ്കരൻ്റെ ഭവനത്തിൽ ചെല്ലൂ, കടലിൻ്റെ മധ്യത്തിലായിട്ട്, കടലിൻ്റെ തീരത്തായിട്ട് ആ ഭൂമിയിൽ കിടക്കൂ എന്ന് പറഞ്ഞ് ബോധാനന്ദ സ്വാമി അവിടെ ചെന്ന് ആ കടൽ തീരത്ത് കിടന്നതും പിറ്റേ ദിവസം ശ്രീനാരായണ ഗുരുദേവൻ ചെന്ന് കൈ ഉയർത്തിയതും കടൽ ശാന്തമായി എന്നും ബോധാനന്ദ സ്വാമിയുടെ കാൽ വരെ വന്ന് ഈ കടൽ തിരിച്ചു പോയതുമായ ഒരനുഭവം ഇപ്പോഴും ആ വൈക്കാട്ടിൽ ശങ്കരൻ്റെ ഭവനത്തിലുള്ളവർ സുഖമായിട്ട് ഈ സുനാമി വന്നപ്പോഴും അവരവിടെ നിന്ന് മാറിപ്പോകാതെ താമസിക്കുന്നതും ഒക്കെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതരായതുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. 73 വർഷത്തെ ജീവിത കാലത്തിൽ സ്വാമി ചെയ്തിട്ടുള്ള കണ്ടുമുട്ടുന്ന ആർക്കാണ് സ്വാമി കൃപ ചെയ്യാത്തത്, ആരോടാണ് കൃപ കാണിക്കാത്തത്? അപ്പം കൃപാർദ്രഹൃദയനായ ആ ഗുരുദേവൻ സഞ്ചരിച്ച വഴികളിൽ എവിടൊക്കെയാണ് കൃപ വാരി വിതറി പോയിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെന്താണ്, ഏതിനും മൂലമല്ലോ. അതുകൊണ്ട് ഗുരുകൃപ സമ്പാദിക്കാനാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഗുരുകൃപ സമ്പാദിക്കാൻ. അത് നമുക്ക് എന്ത് തരും? ഭുക്തിയും മുക്തിയും തരും. ലോകത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും തരും, മുക്തിയും തരും. മുക്തി എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരിക്കുന്ന ആ മുക്തിയെയും തരും എന്നാണ്. പിന്നെ സ്വാമി ആശാൻ പറയുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവർക്കും മാതാവിനെ പോലെയാണ്. മാതാവെപ്പോൾ മനസ്സിൽ കരുണ, ജനകനെപ്പോലവേ ക്ഷേമചിന്ത, പ്രാതാവെപ്പോലെ എന്തെന്നത് ഹൃദി സഹജ സ്നേഹവും മോഹമെന്നേ, വേദത്തെപ്പോലെ ഓതുന്നറിവ് നൃപതിയെപ്പോലെ പാലിച്ചിടുന്നേതല്ലോർത്താൽ എനിക്കൻ നാരായണ ഗുരു പദം അതിനെ സന്തതം ഞാൻ തൊഴുന്നേൻ. അപ്പോൾ അമ്മയാണ് നാരായണ ഗുരു, ഏവർക്കും അമ്മയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ആ അമ്മയുടെ ഭാവം നല്ലവണ്ണം അനുഭവിച്ചറിയാൻ യോഗമുണ്ടായ ആളാണ് ആശാൻ, കുമാരനാശാനെ ഡോക്ടർ പൽപ്പുവിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ ഏൽപ്പിച്ച് ഗുരു തിരിച്ചു പോരുന്ന അവസരത്തിൽ പൽപ്പുവിൻ്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ആശാനെ താമസിപ്പിച്ചിരിക്കുകയാണ്, അവിടെ പഠിക്കാൻ ചേർത്തിരിക്കുകയാണ്. നാരായണ ഗുരുദാമൻ തിരിച്ചു പോരുമ്പോൾ ആശാൻ വളരെ സങ്കടപ്പെട്ടു. സ്വാമിയുടെ പിന്നാലെ കൂടി, പഠിച്ചില്ലെങ്കിലും വേണ്ട, സ്വാമിജിയുടെ കൂടെ പോയാൽ മതി എന്നത്രമാത്രം അമ്മയെ വേർപെടുന്ന കുഞ്ഞിൻ്റെ മനോവ്യതയോടുകൂടി ആശാൻ ഗുരുദേവൻ്റെ കൂടെ പോരാനൊരുങ്ങിയെന്നാണ്. അപ്പം അത്രയും മാതൃവാത്സല്യം ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച ആളാണ് ആശാൻ. അതാണ് മാതാവെപ്പോൾ കരുണ
കരുണയാണ്. ഗുരുവിൻ്റെ മുഖമുദ്ര തന്നെ കരുണ, എല്ലാവരോടും കരുണ. ശിവഗിരി സ്കൂള് പണിയുന്ന സമയത്ത് വളരെ ഉയർന്ന പ്രദേശത്തേക്ക് കല്ല് കയറ്റി പോകുന്ന റിക്ഷാ വണ്ടികളെ ഗുരു കാണാനിടയായി. 2 കാളകളെ വെച്ച് റിക്ഷ വലിപ്പിച്ച് കല്ലുകൾ കയറ്റി ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഗുരു കാണാനിടയായി. അങ്ങനെ കണ്ടപ്പോൾ കാളയ്ക്ക് വലിക്കാൻ പറ്റാത്ത വിധം കല്ലുകൾ അവിടെ ആ വണ്ടിയിലുണ്ട്. സ്വാമി 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കല്ല് താഴെ ഇറക്കൂ. കാളവണ്ടിക്കാരനോട് ചോദിച്ചു, നിൻ്റെ ചുമലിലേക്ക് നിനക്കെടുക്കാൻ പറ്റാത്ത വിധം ഭാരം തന്നാൽ നീ എന്തു ചെയ്യും? അതുകൊണ്ട് ഈ ജീവികളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൂടാ. കല്ലിറക്കാൻ പറഞ്ഞു. പകുതി കല്ലവിടെ ഇറക്കിയിട്ട് ഗുരുദേവൻ പറഞ്ഞു, അവർക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഭാരം മാത്രം ഇനിമേലിൽ കയറ്റി പോകാൻ പാടുള്ളൂ. അതൊരാജ്ഞയായിരുന്നു. എന്നിട്ട് ഗുരുദേവൻ ആ കാളകളെ ഒന്ന് തലോടിയിട്ട് പറഞ്ഞു, ഇത്രയും ആഴ്ചയിലെ 6 ദിവസം ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് 1 ദിവസം അവർക്ക് വിശ്രമം കൊടുക്കണം. അതിന് 10 ചക്രം ആ കാളകൾക്ക് വിശ്രമം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നത് വകയിലേക്ക് 10 ചക്രം അതിനുവേണ്ടിയും നീ കാളകളെ ശുശ്രൂഷിപ്പിക്കുകയും കുളിക്കുകയും അവർക്ക് തീറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിലേക്ക് നിനക്ക് 4 ചക്രവും അനുവദിച്ചിരിക്കുന്നു. അപ്പം കാളകൾക്ക് സംഘടനയൊന്നുമില്ല, ജീവികൾക്ക് സംഘടനയില്ല. ഞാൻ ഇത്ര ഭാരമേ കയറ്റൂ, ഇത്ര സമയമേ പണി ചെയ്യൂ എന്നൊന്നും പറയാൻ സംഘടനയില്ലാത്ത ആ ജീവികൾക്ക് വേണ്ടി കൃപാർദ്ര ഹൃദയനായ നാരായണ ഗുരുദേവൻ ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ആ ജീവികളോട് കാരുണ്യം. എവിടെയായാലും, മനുഷ്യരോട് മാത്രമല്ല, എവിടെയായാലും, എവിടെ ചെന്ന് കണ്ടാലും അവിടെയൊക്കെ കാരുണ്യം പൊഴിക്കുന്നു. എവിടെയാണ് ഒരു പൂന്തോട്ടത്തിൽ ചെന്നിരുന്നപ്പോൾ ഈ കാളകളൊക്കെ വലിച്ചു കയറ്റുന്ന വെള്ളം, പുറകോട്ടും മുന്നോട്ടും നടന്ന് കാളകൾ വലിച്ചു കയറ്റുന്ന വെള്ളം കൊണ്ട് നനച്ച പൂച്ചെടികളുടെ സുഗന്ധം പോലും എനിക്ക് ആസ്വദിക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ നാരായണ ഗുരുദേവനെ നമ്മൾ ഓർക്കുക. ആ കൃപ നമ്മുടെ മനസ്സിലും മറ്റുള്ളവരോട് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആലോചിക്കുക. അതിലെ മാതാവിനെ പോലെയാണ് ഗുരു എന്ന് പറയാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇവിടെ ജനാർദ്ദനൻ എന്ന് പറയുന്ന ഡ്രൈവർ യുവാവായിരുന്ന സമയത്ത് നാരായണ ഗുരുദേവനോടൊപ്പം വന്നു ചേർന്നതാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഓണം വന്നൊരു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഓണം വന്ന സമയത്ത് അദ്ദേഹത്തിന് വീട്ടിൽ പോകണമെന്ന് തൃപ്പാദങ്ങളോട് പറയുന്ന സമയത്ത് തൃപ്പാദങ്ങൾ ചോദിച്ചു, എന്താണ് പ്രത്യേകിച്ച് വിശേഷം വീട്ടിൽ? അപ്പോൾ പറയും, ഓണമല്ലേ, അവിടെ എന്താണ് അവിടെ പ്രത്യേകിച്ച് വിശേഷം? അപ്പോൾ ഗുരു ജനാർദ്ദനൻ പറയും, അവിടെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ. അപ്പോൾ ഗുരു പറയാണ്, ഇവിടെ നാം ഉണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും തുല്യമായിട്ട് ഇവിടെ നാം ഉണ്ടല്ലോ. ആ വാക്ക് ജനാർദ്ദനൻ്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു. അദ്ദേഹം സന്തോഷിച്ച് ഓടിച്ചാടി നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, എന്നോട് ഈ ഓണത്തിന് ഗുരുദേവൻ ഇവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, എനിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും തുല്യമായിട്ട് നാം ഉണ്ടല്ലോ ഇവിടെ എന്ന് ഗുരുദേവൻ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിത്തവണ ഓണം ഇവിടെ കൂടാമെന്ന് കൂട്ടുകാരനെയും വിളിച്ച് ഓണ ദിവസം വന്നു. അങ്ങനെ ഊട്ടുപുരയിലേക്ക് ചെല്ലുമ്പോൾ കാണാം, അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, ആദ്യത്തെ ഏറ്റ്, അതായത് ആദ്യത്തെ പന്തിയിൽ സന്യാസിമാർക്ക് മാത്രം. അത് കണ്ടിട്ട് ജനാർദ്ദനൻ വളരെ സങ്കടപ്പെട്ട് തിരികെ പോയി. അവിടെ പോയിരുന്ന് കരയുന്നത് എവിടെയോ കാണുന്നില്ല. ആരൊക്കെ നോക്കി നടന്നിട്ടും ജനാർദ്ദനെ കാണുന്നില്ല, എവിടെയോ മാറിയിരുന്ന് കരയുന്നു. അപ്പോൾ സ്വാമിജി ജനാർദ്ദനെ കാണാതായപ്പോൾ ശ്രീനാരായണ തൃപ്പാദങ്ങൾ വിളിച്ചു, ജനാർദ്ദനൻ എവിടെ? വിളിക്കാൻ പറയുന്നു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന സ്വാമിമാർ ആ ജനാർദ്ദനനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരുത്തുമ്പോൾ തൃപാദങ്ങൾ തന്നെ അവിടുത്തെ കൂടെ ഇരുന്ന് ആ ജനാർദ്ദനന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നൊരു കാഴ്ച. അത് അമ്മയായിട്ട് ആ ജനാർദ്ദനനെ സ്വന്തം മകനായി സ്നേഹിച്ചുകൊണ്ട് അമ്മയായിട്ട് തൃപാദങ്ങൾ വിളമ്പിക്കൊടുക്കുന്നു. അതുപോലെ നമുക്കറിയാം, ഇവിടെ ഒരു 16 വർഷക്കാലം ഗുരുവിൻ്റെ കൂടെ നിൽക്കാൻ ഭാഗ്യമുണ്ടായ ഗുരുവിൻ്റെ ഭൃഗു ഭാർഗവൻ വൈദ്യൻ, അദ്ദേഹം ഇവിടെ വന്നു ചേർന്ന സമയത്ത് കുസൃതിയായ ആ കുട്ടിക്ക് ഗുരുവിൻ്റെ കൃപ അനവരതമുണ്ടായ ആളാണ്. ആ കുട്ടിയും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം തൃപ്പാദങ്ങളുടെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നത് കണ്ടുപിടിക്കപ്പെട്ടു തൃപ്പാദങ്ങൾ. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ ഇവൻ പ്രാർത്ഥനയ്ക്കിന്ന് വന്നിട്ടില്ല എന്ന് കണ്ടുപിടിച്ചപ്പോൾ
അവനൊരു ശിക്ഷ കൊടുക്കുന്നു. എന്താണ് ശിക്ഷ? ഇവന് 3 ദിവസത്തേക്ക് നമ്മോടൊപ്പം ഭക്ഷണം കൊടുക്കണ്ട. അതറിഞ്ഞപ്പോൾ ഭൃഗുവിന് വളരെ സങ്കടമായി. ഭൃഗു പോയിരുന്നൊരു സ്ഥലത്തിരുന്ന് കരയുന്നു, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. സ്വാമി തൃപ്പാദങ്ങൾ ആ മാതൃവാത്സല്യത്തോടു കൂടി ചോദിച്ചു, എന്തേ നമ്മുടെ ഭൃഗു? അപ്പോൾ പറഞ്ഞു, സ്വാമി അവന് 3 ദിവസത്തേക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ പോയിരുന്ന് വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് വന്നപ്പോഴേ സ്വാമി അവനോട് പറയാണ്, നിനക്ക് നമ്മോടൊപ്പം ഭക്ഷണം തരണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, നീ ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ സ്വാമി അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കുന്ന മാതൃവാത്സല്യം. ഇതാണ് ആശാൻ പറയുന്നത്, മാതാവെപ്പോൽ മനസ്സിൽ കരുണ, ജനകനെപ്പോലവേ ക്ഷേമചിന്ത. ഒരച്ഛൻ എപ്രകാരമാണോ നമ്മുടെ കുടുംബത്തോട് അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളോട് അവരുടെ ക്ഷേമത്തോട് ഉള്ള ചിന്ത, അത് എപ്രകാരമാണോ അതുപോലെയാണ് നാരായണ ഗുരുദേവൻ്റെ ക്ഷേമചിന്ത. അപ്പോൾ എന്താണ് ക്ഷേമചിന്ത എന്നറിയണമെങ്കിൽ നാരായണ ഗുരുവിൻ്റെ 73 വയസ്സിൽ വരെയുള്ള 73 വർഷക്കാലത്തെ ജീവചരിത്രത്തിലേക്ക് നോക്കിയാൽ, അഷ്ടം ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന ലോകരെ ഉയർത്തുന്നതിന് വേണ്ടി എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഗുരുദേവൻ. മറ്റുള്ള സന്യാസിമാരെ പോലെ അന്തരംഗ വിശുദ്ധിയുമായിട്ട് എവിടെയെങ്കിലും തപസ് ചെയ്ത് ഏതെങ്കിലും ജപതപാദികളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ഗുഹയിൽ വിശ്രമിച്ചുകൊണ്ട് ജീവൻ അവസാന സമയം സമാധി ആകുന്നതല്ല ശ്രീനാരായണ ഗുരുദേവൻ ഇഷ്ടപ്പെട്ടിരുന്നത്. താൻ അനുഭവിച്ചിരിക്കുന്ന ആ ആത്മാനന്ദത്തെ തൻ്റെ കൂടെയുള്ള ഈ ജനങ്ങൾക്ക്, മറ്റുള്ളവർക്കും കൂടി അനുഭവിപ്പിച്ചു കൊടുക്കണം. അവരുടെ ആനന്ദത്തെ അവർക്ക് അറിയാറാക്കണം. അവരുടെ അഭിമാനത്തെ തട്ടി ഉണർത്തി അവർക്കും ആ അഭിമാനത്തെക്കുറിച്ച് അറിവുണ്ടാക്കണം. അവരെന്തിനാണ് ജനിച്ചത് എന്ന് അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. അതിന് അവർ പിന്തുടരേണ്ട ചര്യകളെ അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. അത്രയും കാര്യങ്ങളാണ് തൃപ്പാദങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊണ്ടു. അതാണ് ക്ഷേമചിന്ത. നമുക്ക് വേണമെങ്കിൽ ഗുരുദേവനെ ആ മലയിൽ നിന്ന്, മരുത്വാമലയിൽ നിന്ന് തപസ്സിന് ശേഷം ഗുരുദേവൻ്റെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ തപസ്സിൻ്റെ ഭൂമികളൊക്കെ അന്വേഷിച്ച് പോയി ആനന്ദത്തിൽ അമർന്നിരിക്കാമായിരുന്നു. പക്ഷേ ഇവിടേക്ക് ഇറങ്ങിക്കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ദീനം പിടിച്ച് കിടക്കുന്ന ജനതയാണ്. ദീനം പിടിച്ച് കിടക്കുന്ന അവരുടെ കഷ്ടതയെ കണ്ടിട്ട് ആ കഷ്ടതയ്ക്ക് ഒന്ന് ആ കഷ്ടതയെ മാറ്റുന്നതിന് വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്നെന്ന് മനസ്സിലാക്കിയിട്ട് തൃപ്പാദങ്ങൾ സ്കൂളുകൾ ആരംഭിക്കുന്നു. മറ്റുള്ളവർക്ക്, എല്ലാ കുട്ടികൾക്കും, അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ചേർന്ന് പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സ്കൂളുകളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും, അതുപോലെ ആ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ അവരെ ഒരു തൊഴിൽ കൂടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി ആധുനികമായ രീതിയിൽ അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതാണ് നല്ലതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഗുരു അത്തരം നിർദ്ദേശങ്ങൾ ഈ ലോകത്തിന് കൊടുത്തു എന്നാണ്. അപ്പം അങ്ങനെയുള്ള നാരായണ ഗുരുദേവനാണ് ക്ഷേമചിന്ത, ലോക ജനതയുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരു ഗുരു, ക്ഷേമചിന്തയുള്ള ഗുരു. അപ്പോൾ പിന്നെന്താണ്? പ്രാതാവെപ്പോലെ എന്തിന്നത് ഹൃദി സഹജ സ്നേഹവും. ഏതൊരാളോടും സഹജമായ സ്നേഹമുണ്ട്. ശ്രീപാദങ്ങളുടെ ഒരു ജീവിതത്തിലെ ഒരു അനുഭവം നമുക്കിവിടെ ഓർക്കുമ്പോൾ, ഈ സമാധിക്ക് 4 വർഷം മുമ്പേ ശ്രീപാദങ്ങൾക്കൊരു കൈവേദന വരുന്നുണ്ട്, ഒരു കൈവേദന. അപ്പോൾ വാദം കൊണ്ടാണ് ആ കൈ വേദനിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അന്നത്തെ വൈദ്യന്മാർ ഒരു ചികിത്സ നിശ്ചയിക്കുകയാണ്. അപ്പം ആ ചികിത്സ പിഴിച്ചിൽ എന്നാണ് നിശ്ചയിക്കുന്നത്. അപ്പം അത് ധന്വന്തരം മുക്കൂട്ടുമുഴയോഗം പിഴിച്ചിലാണ് ഗുരുവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ചികിത്സ. അപ്പം സ്വാമി സമ്മതിക്കുന്നു. ഒറ്റ നിബന്ധന എന്താണ്? എൻ്റെ കൂടെ വൈരവനും കൂടി ഉണ്ടാകണം. നമ്മളിപ്പോൾ കഴിഞ്ഞ 13-ാം തീയതി വൈരവൻ ശാന്തിയുടെ 100ാമത് ജന്മദിനം ആഘോഷിച്ചു അരുവിപ്പുറത്ത്. ആ വൈരവൻ ശാന്തിയെക്കുറിച്ചാണ് നാരായണ ഗുരു പറയുന്നത്, വൈരവനും കൂടി എൻ്റെ കൂടെ ഉണ്ടാകണം. അങ്ങനെ വൈരവൻ ശാന്തിയും നാരായണ ഗുരുവും കൂടി ഈ പിഴിച്ചിലിൻ്റെ സ്ഥലത്തേക്ക് അവിടേക്ക് എത്തിപ്പെടുന്നു. അപ്പോഴേക്കും ഈ എണ്ണത്തോണിയിലാണ് കിടക്കേണ്ടത്, പിഴിച്ചിലിന് കിടക്കേണ്ടത് എണ്ണത്തോണി. ആ എണ്ണത്തോണിയെ ഗുരു ഒന്ന് പരിശോധിച്ചു. വളരെ
കർക്കശമായ ശുദ്ധിയെ ആചരിക്കുന്ന നാരായണ ഗുരുദേവൻ ആ എണ്ണത്തോണിയെ ഒന്ന് നോക്കിയിട്ട് അതിനൊരു കമൻറ്റ് പറയും. എന്താണ്? ഇത് പല രോഗികളും കിടക്കുന്നതാണ്, അതുകൊണ്ട് ഇതിൽ കിടന്നാൽ എനിക്ക് ഇഷ്ടമില്ല, എനിക്കിത് ശുചിത്വം പോരാ ഇതിനെ. അങ്ങനെ ഗുരു അതിനെ പിന്നോട്ട് വാങ്ങി, എനിക്ക് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ് പിന്നോട്ട് വാങ്ങിയിട്ട് എന്തു പറഞ്ഞെന്നറിയാമോ? ഈ വൈരവനെ പിടിച്ച് അതിൽ കിടത്തിക്കോളാൻ. എന്താണെന്നറിയാമോ? ഭ്രാതാവിനെ പോലെയുള്ള സ്നേഹമുണ്ട് ഭൈരവനോട്. ഭൈരവന് വളരെ കാലമായിട്ട് വാദം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടിരിക്കുക. അത് ഗുരുവിനറിയാം. വാദരോഗം കൊണ്ട് വളരെ കഷ്ടപ്പെടുന്ന ഭൈരവന് ഒരവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഭൈരവന് വേണ്ടിയാണെങ്കിൽ ഇത്രയും ശുഷ്കാന്തിയോടെ ആളുകൾ എണ്ണത്തോണിയിലിട്ടാനൊന്നും വരുന്ന തോന്നുന്നില്ല. അപ്പോൾ തൃപ്പാദങ്ങൾക്ക് വേണ്ടിയായപ്പോൾ എല്ലാവരും വലിയൊരു ചികിത്സ ഏർപ്പാടാക്കി. പക്ഷേ ആ വലിയ ചികിത്സ തൻ്റെ സഹോദര തുല്യനായിരിക്കുന്ന, തൻ്റെ സ്നേഹഭാജനമായിരിക്കുന്ന ഭൈരവന് കൊടുക്കാൻ വേണ്ടി ഒരു നാടകം. അതാണ് ഭ്രാതാവെപ്പോലെ. അപ്പം ഗുരുദേവൻ ആരൊക്കെയായി? മാതാവായി, ജനകനായി, ഭ്രാതാവായി, ഇനി രാജാവ്. രാജാവിനെ പോലെ. രാജാവ് എന്തു ചെയ്യും? എന്തെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കണമെങ്കിൽ അതിന് ഒരു ഓർഡർ കൊടുത്താൽ ആ രാജ്യത്തുള്ള ജനത മുഴുവനും അത് ആചരിക്കും. അതാണ് രാജാവിനെ പോലെ. രാജാവിനെ പോലെയാണ് ഗുരു. എന്ത് രാജത്വങ്ങളാണ് നാരായണ ഗുരുദേവൻ നമുക്ക് നടപ്പാക്കി തന്നത്? എന്തൊക്കെ ഓർഡറാണ് നമുക്ക് നടപ്പാക്കി തന്നത്? എന്തൊക്കെ ഓർഡറുകളാണ് നാം പാലിച്ചത്? അത് നോക്കിയാൽ നമ്മുടെ നിത്യജീവിതം ഇത്രയും സമ്പന്നമായത് ആ ഓർഡർ നമ്മൾ അനുസരിച്ചത് കൊണ്ടാണ്. എന്താ, പണ്ടൊക്കെ നാരായണ ഗുരുവിൻ്റെ കാലത്തിന് മുമ്പ്, അക്കാലത്തും ഒക്കെ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരാകാമായിരുന്നു. അപ്പം അത് കുടുംബ സംവിധാനത്തിൽ അതൊട്ടും ഭൂഷണമല്ലെന്ന് മനസ്സിലാക്കിയ ഗുരുദേവനാണ് ഒരാൾക്ക്, ഒരു പുരുഷൻ ഒരു ഭാര്യ എന്നുള്ളൊരു കുടുംബ വ്യവസ്ഥിതി ഉണ്ടാക്കി. അതുപോലെ കല്യാണങ്ങൾക്കൊരു വ്യവസ്ഥിതി. കല്യാണങ്ങൾ ഇന്ന് കാണുന്നത് പോലെ അതിനൊരു ഉചിതമായ നടപടി ഉണ്ടാക്കിയത് നാരായണ ഗുരുദേവനാണ്. താലികെട്ടും അതുപോലെ വധുവിനെയും വരനെയും തമ്മിൽ കാണിക്കുന്നതെല്ലാം ഗുരുവിൻ്റെ ഒരു നിഷ്കർഷയാണ്. അതുപോലെ വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാകണം, ആ വിദ്യാഭ്യാസം കൊണ്ടാണ് എല്ലാവരും സ്വതന്ത്രരാകേണ്ടത് എന്നൊക്കെയുള്ള ഗുരുവാണികളിലാണ് നമ്മളെല്ലാവരെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയക്കാൻ തുടങ്ങിയത്. അന്നത്തെ കുടുംബത്തിൽ നിന്ന് പുരുഷന്മാരെ വിട്ടാലും സ്ത്രീകളെ വിദ്യാഭ്യാസത്തിലേക്ക് വിടുന്നത് പതിവില്ല. അപ്പം സ്ത്രീകളെ കൂടി വിദ്യാഭ്യാസം കൊടുത്ത് എങ്കിൽ മാത്രമേ ഈ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ. സ്ത്രീ നന്നായാൽ എല്ലാം നന്നായി, അല്ലെങ്കിൽ ആകെ കുഴയും എന്ന് സ്ത്രീയുടെ വിദ്യാഭ്യാസത്തെയോ സ്ത്രീയുടെ പരിശുദ്ധിയെയോ സ്ത്രീയുടെ ശുദ്ധിയെയോ സ്ത്രീയുടെ കഴിവിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് തൃപ്പാദങ്ങൾ അങ്ങനെ ഒരു വചസ് പുറപ്പെടുവിച്ചത്. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. എന്നിട്ട് ഗുരുവിൻ്റെ ആ ഒരു ഈ തീർത്ഥാടന കാലത്ത് നമ്മൾ ആ പറഞ്ഞു വരുന്ന 8 തത്വങ്ങളുണ്ടല്ലോ, അതിലേറ്റവും അവസാനം പറഞ്ഞൊന്നാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരിശീലനം. നമ്മൾ അന്നൊക്കെ ശാസ്ത്രം സാങ്കേതിക വിദ്യ എന്നൊന്നും ഒരാളുടെ വായിൽ നിന്നും വരാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള അന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് തൃപ്പാദങ്ങൾ എത്രയോ കടന്നു കയറി ചിന്തിച്ചു. എത്ര കടന്നു കയറി ചിന്തിച്ചിട്ടാണ് ഈ നൂറ്റാണ്ടിന് പ്രാപ്തമായ ആ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അന്നേ ചിന്തിച്ച് വെച്ചിട്ടാണ് തീർത്ഥാടനത്തിന് പോകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു സൂചന, അതിനെക്കുറിച്ച് അറിവ് ലഭിച്ചിട്ട് നമ്മളുടെ പരിസരത്തേക്ക് അല്ലെങ്കിൽ ഗൃഹങ്ങളിലേക്ക്, നമ്മളുടെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആ വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും കൃഷിയും കച്ചവടവും ഒക്കെ ആ ജീവിതചര്യയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഓർഡർ തന്നതല്ലേ? അല്ലെങ്കിൽ നമ്മളൊക്കെ പണ്ടത്തേമാതിരി അധീനം പിടിച്ചും മധുര കുടിച്ചും കിടന്നിരുന്ന പൂർവികരുള്ളവരാണ് നമ്മൾ. ആചാരത്തിൽ തന്നെ എത്രമാത്രം മോശമായ ആചാര രീതികൾ പിന്തുടർന്ന ആളുകളല്ലേ നമ്മൾ. ദൈവദശകം സ്വാമി എഴുതി തന്നപ്പോൾ ദൈവത്തിനൊരു ചിത്രം വരച്ചു കൊടുത്തു. ആ ചിത്രം എന്തായിരുന്നു? ദൈവത്തിൻ്റെ നിർവചനം എന്താണ്? ആ ഡെഫിനിഷൻ
ദൈവത്തിൻ്റെ ഡെഫിനിഷൻ. അതിനു മുമ്പ് നമുക്ക് ദൈവം മാടനും മറുതയും ചക്കിയും പേയും ഇശക്കിയും ഒക്കെ ആയിരുന്നെങ്കിൽ ദൈവദശകത്തിൻ്റെ കാലത്ത്, നാരായണ ഗുരുവിൻ്റെ കാലത്ത് ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ ദൈവം ആരാണെന്ന് മനസ്സിലാവും. എന്താണ്? സത്യവും ജ്ഞാനവും ആനന്ദവുമാണ് ദൈവം. ആ സത്യവും ജ്ഞാനവും ആനന്ദവും ദൈവമാണ്. ആ ദൈവത്തെ അന്വേഷിച്ച് ഇനി എവിടെയെങ്കിലും ശൂലം പിടിച്ച ദേവതകളെയോ കുമ്പിക്കൈയുള്ള ദേവതകളെയോ ഒന്നും അന്വേഷിച്ചു പോകണ്ട. ആ ദൈവം എവിടെയാണ്? പറഞ്ഞു, ത്വം ഹി ബ്രഹ്മ, നീ തന്നെയാണ് ബ്രഹ്മം. അതുകൊണ്ട് ഇനി ഒരു അർത്ഥശങ്കയില്ല, നമ്മളെല്ലാവരും ദൈവം തന്നെയാണ്. ത്വം ഹി ബ്രഹ്മ. അതുകൊണ്ട് ഈ നീയും, നിന്നിലുള്ള സത്യം, നിന്നിലുള്ള ജ്ഞാനം, നിന്നിലുള്ള ആനന്ദം, ഇത് തന്നെയാണ് ദൈവം. നിന്നിലുള്ള ആനന്ദമാണ് ദൈവം. ആനന്ദമേവ ധ്യായന്തി, ആനന്ദത്തെ തന്നെ ധ്യാനിക്കുക എന്ന് ഗുരു പറയും. ആനന്ദത്തെ തന്നെ ധ്യാനിക്കുക. ആനന്ദമാണ് നമ്മുടെ സ്വാഭാവികമായ സ്ഥിതി, ആനന്ദത്തിലാണ്. പക്ഷേ അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാങ്കടലിൽ ഒന്നായി വീണു വലഞ്ഞു ഞാൻ. അന്നാദിയിൽ പ്രിയമുയർന്നു വന്നപ്പോൾ അന്നം മുതലായ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ഞാൻ എപ്പോഴാണോ വന്നത്, വീണത്, അന്ന് മുതൽ ആടലാം കടലിൽ, ആ ദുഃഖത്തിൻ്റെ കടലിൽ ഞാൻ പെട്ടുപോയി എന്നാണ്. ആടലാൻ കടലിൽ വീണു. ഇനി അതൊക്കെ അറുമ്പടി കലർന്നാറിടുന്നു. എന്നാണ് അറുമ്പടി കലർന്നാറിടുന്നു ജനനി? അമ്മേ, ആ അറിവിൻ്റെ അമ്മേ, എന്നാണ് എനിക്കിനി അതെല്ലാം ആ ദുഃഖനിവർത്തി ഉണ്ടായി? അമ്മയുടെ ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി. ആ ത്രിപുടികൾ എല്ലാം ഇല്ലാതെയായി അമ്മയിൽ എനിക്ക് സ്വച്ഛമായി, ശാന്തമായി, ആനന്ദമായി തീരാൻ എന്നാണ് എനിക്ക് അവസരമുണ്ടാകുക അമ്മേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നാരായണ ഗുരുദേവൻ നമുക്ക് ആരല്ല, നേതല്ലോർത്താൽ എനിക്ക് നാരായണ ഗുരുവരം അതിനെ സന്തതം കൈതൊഴുന്നേൻ. അപ്പം നൃപതിയെപ്പോലെ പാലിച്ചിടുന്നേതല്ലോർത്താൽ എനിക്ക് നാരായണ ഗുരുചരണം അതിനെ സന്തതം ഞാൻ തൊഴുന്നേൻ. തിണ്ണെന്നർത്ഥിക്കുമർത്ഥം ത്രിദശഗണമതിന്നേകുവാൻ തക്കവണ്ണം വിണ്ണൂർ നാട്ടിൽ തരുക്കൾക്കൊരു വിരുതെഴുമെന്നീ വിധം കേൾവിയല്ലേ. മണ്ണിൽ താൻ ഭുക്തിയും മുക്തിയും അരുളിയിടും അഭൂരി മാഹാത്മ്യമേലും കണ്ണിൻ കോണാർന്ന് കാണും ഗുരുപദകമലം സന്തതം ഞാൻ തൊഴുന്നേൻ. തിണ്ണെന്നർത്ഥിക്കുമർത്ഥം. എല്ലാവരും ഗുരുദേവൻ്റെ അടുത്ത് പോയിട്ട് മോക്ഷം വേണമെന്നോ ആനന്ദം വേണമെന്നോ ശാന്തി വേണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നത് അത് ചോദിക്കാൻ പോലും നമുക്കറിയില്ല. എന്താണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കാൻ, ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ പിന്നെ അത് ചോദിക്കാൻ പറ്റുള്ളൂ. പണ്ട് രാജാവിനെ പോയിട്ട് രാജാവിനെ മുഖം കാണിച്ചിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു കുമ്പളങ്ങ ഇന്നത്തെ കറിക്ക് വേണമെന്ന് പറഞ്ഞതുപോലെ നമുക്കും അറിയില്ല, എന്ത് ചോദിക്കണം എന്നറിയില്ല. അതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം തരാനായിട്ട് ഇരിക്കുന്ന ഒരാളാണ്, പക്ഷേ ചോദിക്കാൻ അറിയില്ല നമുക്ക്. അതുകൊണ്ട് ആത്മോപദേശത്തിൽ ഗുരുദേവൻ പറഞ്ഞു, എന്താണ് നമ്മുടെ ലക്ഷ്യം? ആ ലക്ഷ്യം പോലും ആനന്ദമാണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് തിണ്ണെന്നർത്ഥിക്കും അർത്ഥം, ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നതെല്ലാം കൊടുക്കുവാൻ തക്കവണ്ണം വിണ്ണോർ നാട്ടിൽ. വിണ്ണോർ നാട് അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദേവലോകത്തിലൊരു കൽപ്പവൃക്ഷമുണ്ടത്രേ. കേട്ടിരിക്കുന്നു നമ്മളല്ലേ, കണ്ടിട്ടില്ല, കേട്ടിരിക്കുന്നു. ദേവലോകത്തിൽ എന്തുണ്ട്? ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കുന്നതെല്ലാം പെട്ടെന്ന് ഇങ്ങോട്ട് തരുന്ന ഒരു തരുവുണ്ട്, ഒരു വൃക്ഷമുണ്ട് അത്രേ. ആ വൃക്ഷത്തിൻ്റെ പേരാണ് കൽപ്പവൃക്ഷം. പക്ഷേ ഇവിടെ ആശാൻ പറയുന്നു, ദാ നമ്മുടെ ഭൂമിയിൽ ഒരു കൽപ്പവൃക്ഷമുണ്ട്. അതാരാണ്? അതെൻ്റെ ഗുരുവാണ്. എങ്ങനെയാണ് എൻ്റെ ഗുരു കൽപ്പവൃക്ഷമാകുന്നത്? ചോദിക്കുന്നതൊക്കെ ചോദിക്കുന്നവർക്കെല്ലാം കൊടുത്ത ചരിത്രം നമുക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട്. കുഞ്ചിറ്റ എന്ന അമ്മ ചെന്നിട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നു, എൻ്റെ 7 ഗർഭങ്ങളും അലസിപ്പോയിരിക്കുന്നു, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൃപ്പാദ സന്നിധിയിൽ ചെല്ലുമ്പോൾ കുഞ്ചിറ്റയോട് പറഞ്ഞു വിടുന്നു, നീ ഒരാടിനെ വാങ്ങിച്ചിട്ട്, മുട്ടനാടിനെ വാങ്ങിച്ച് വളർത്തു. അങ്ങനെ അവൾ വളർത്തുന്നു. അവൾക്ക് 7 മക്കൾ ഇതിനോടകം ഗർഭം അലസിപ്പോയിരിക്കുന്നു. തൃപ്പാദങ്ങളെ കണ്ട ആശ്വാസത്തിൽ അവൾ പോയിരിക്കുന്നു. വീണ്ടും ഗർഭിണിയായി 7-ാം മാസമായപ്പോൾ ആ കുഞ്ചിറ്റയ്ക്ക് മളമത. എങ്ങനെയായിരിക്കും? ഗുരുദേവ തൃപ്പാദങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയാണ്. ഈ കുട്ടിയെങ്കിലും കിട്ടുമോ എന്നുള്ള ആശങ്കയിൽ അങ്ങനെ 7 മാസം കടന്നുപോയി, 8 മാസം കടന്നുപോയി. കുഞ്ചിറ്റയ്ക്ക് പ്രസവ സമയം വന്നു. അപ്പോൾ ആടിനെ പ്രത്യേകമായി
ഗുരു പറഞ്ഞിരുന്നു, അവനെ അഴിച്ചുവിട്ട് വളർത്തണം, നല്ല ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ കുഞ്ചിറ്റയ്ക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. കുഞ്ചിറ്റ അതുപോലെ തന്നെ പാലിച്ചിരിക്കുന്നു. ആട് ആ പരിസരത്തൊക്കെ കൂടി മേഞ്ഞു നടക്കും, അവൻ യഥേഷ്ടം നടക്കും, എല്ലാവർക്കും സന്തോഷമാണ്. ഒരു ദിവസം നോക്കിയപ്പോൾ അവൻ്റെ അമ്മയെ കാണുന്നില്ല. അവൻ്റെ അമ്മ ഇവിടെ അന്വേഷിച്ച് നടന്നപ്പോൾ വീടിന് ചുറ്റുമൊക്കെ അന്വേഷിച്ച് നടന്നു, അവൻ്റെ അമ്മയെ കണ്ടില്ല. ഓടിച്ചെന്നു, എവിടെയാണ് അവൻ കാതോർത്തു. അപ്പോഴതാ ആ അകത്തൊരു മുറിയിൽ നിന്ന് അവൻ്റെ അമ്മയുടെ ഒരു സ്വരം കേൾക്കുന്നുണ്ട്, ഒരു ദീനമായൊരു വിലാപം കേൾക്കുന്നുണ്ട്. അവൻ ഓടിച്ചെന്നു നോക്കി, കതകിനൊരൊറ്റ തട്ട് കൊടുത്തു, അവൻ്റെ തല വെച്ചിട്ട് ഒറ്റ ഇടി കൊടുത്തു. കതക് തുറന്നു. കാണുന്ന കാഴ്ച എന്താണ്? അവൻ്റെ അമ്മ നിലത്ത് കിടന്നുരുളുന്നു. അസ്വാഭാവികമായ എന്തോ ഉണ്ട്, അവന് മനസ്സിലായി. എന്താണ്? ആ അമ്മയുടെ വയറ് വലിയ വയറായിരിക്കുന്നു. എന്തോ ഒരു അസ്വാസ്ഥ്യം ബാധിച്ചിട്ട് അമ്മ നിലത്ത് കിടന്നുരുണ്ട് കരയുന്നു. അവന് മനസ്സിലായി വയറാണ് ഇതിന് കാരണം. എന്ത് ചെയ്തു? അവൻ ഒറ്റയടി വെച്ചു കൊടുത്തു. കുഞ്ചിറ്റ പ്രസവിക്കുന്നു, കുഞ്ഞുണ്ടായി. അത് പിന്നീട് ശങ്കരൻ മുൻഷിയായി പരിണമിക്കുന്നു. ആ ജീവി അവിടെ മരിച്ചു വീഴുന്നു. എന്താണ് കാരണം? കുഞ്ചിറ്റയെ അല്ലെങ്കിൽ കുഞ്ചിറ്റയുടെ ഗർഭത്തെ അപകടപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ദുർശക്തിയെ നാരായണ ഗുരുദേവൻ വിട്ടിരിക്കുന്നു. കുഞ്ചിറ്റയ്ക്ക് ഒരു പ്രൗഢനായ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിരിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നതെന്തും കൊടുക്കും ഗുരുദേവൻ. ചോദിച്ചതെന്താണോ ആരെയും വെറുതെ വിട്ടിട്ടില്ല എന്നാണ്. കുഞ്ഞുങ്ങളെ ആയാലും രോഗികളായാൽ രോഗം മാറുന്നു. നമുക്ക് തന്നെ അറിയാം, ശിവഗിരിയിലെ ഗുരുദേവൻ മഹാസമാധിയോട് അടുത്തിരിക്കുന്ന സമയത്തും ഭാഗീരഥി എന്ന പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഗുരുദേവനാണ് തിണ്ണെന്നർത്ഥിക്കുമർത്ഥം ത്രിദശഗണമതിന്നേകുവാൻ തക്കവണ്ണം വിണ്ണൂർ നാട്ടിൽ ജീവിച്ച മഹാപുരുഷൻ. എന്ത് ചോദിച്ചാലും തരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ അല്ലയോ എന്നുള്ള ചർച്ചകൾ അപ്പോഴും നടക്കുന്നുണ്ട്. അറിവില്ലാത്ത ആളുകളുടെ ഇടയിൽ ഗുരു ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു സന്യാസി മാത്രമാണ്, അല്ലെങ്കിൽ ആരാണ്? ഒരു പരിഷ്കർത്താവാണ്, സമൂഹ പരിഷ്കർത്താവെന്നൊക്കെ നിലയിലേക്ക് ഗുരുദേവനെ പറയുന്ന ആളുകൾക്ക് ഈ യോഗീശ്വരനായ അല്ലെങ്കിൽ ഒരു ഈശ്വരൻ തന്നെയായ ബ്രഹ്മവിത്തായിട്ടുള്ള നാരായണ ഗുരുവിനെ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാത്തവരാണ് ഗുരു ദൈവമാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സിദ്ധികളും അണിമ മഹിമ ഗരിമ ലഹിമ ഈശിത്വം വശിത്വം പ്രാപ്തി മുതലായ 8 സിദ്ധികളും നാരായണ ഗുരുവിൽ ഉണ്ടായിരുന്നപ്പോഴും അതൊരു മറവിൽ, ഒരു തിരശീലയ്ക്ക് പിറകിൽ, ഒരു കർട്ടൻ്റെ പിറകിലാണ് ഗുരു അത് ഉപയോഗിച്ചിട്ടില്ല. ആരോടും ഇത് പറഞ്ഞിട്ടില്ല. തനിക്ക് എന്തും സാധിക്കും. ഈ രോഗനിവൃത്തിയൊക്കെ വരുത്തി കൊടുക്കുന്നതിന് ഈ സിദ്ധികൾ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതൊക്കെ നാരായണ ഗുരുവിന് സാധിക്കും. എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ ഗുരു ദൈവമല്ലെന്ന് ചിലരെങ്കിലും പറഞ്ഞു പോകുന്നത്. ഈ സിദ്ധികളെ ഗുരുവിനെ എത്രയും പ്രാപ്തമായിരുന്നു, 8 സിദ്ധികളെയും ഗുരുവിന് പ്രാപ്തമായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയ ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം സമാധിഗാനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിമലത്യാഗമേ മഹാസന്യാസമേ. ആ വിമലത്യാഗം എന്താണ്? ആ അഴുതാലും ഞങ്ങൾക്കെഴുന്ന വിഗ്രഹം വിലയമാർന്നുപോയി. ഈ അഴുതൽ എങ്ങനെ വന്നു എന്നാണ് സഹോദരനയ്യപ്പൻ പറയുന്നത്. ഈ ഗുരുവിന് വന്ന ഈ അഴുതൽ, ഗുരുവിന് വന്നൊരു രോഗം എന്തുകൊണ്ട് വന്നു എന്ന് സഹോദരനയ്യപ്പൻ പറയാണ്. ഈ ഭുവന ശുശ്രൂഷ കൊണ്ട്, ഭുവന ശുശ്രൂഷയെ അഴുതാലും, ആ അഴുതൽ വന്നത്, ആ ദുഃഖം വന്നത് എന്തുകൊണ്ടാണ്? ഈ ഭുവന ശുശ്രൂഷ കൊണ്ട്. എത്രയോ കുഞ്ചീറ്റമാർക്ക് അല്ലെങ്കിൽ എത്രയോ ആളുകൾക്ക് രോഗവിമുക്തി കൊടുത്തു, അവർക്ക് ആഗ്രഹിച്ചതെല്ലാം കൊടുത്തപ്പോൾ അവരവരുടെ ഓരോരുത്തരുടെയും കർമ്മഫലത്തിലാണ് അവരുടെ ജീവിതം. അപ്പോൾ ഗുരുവിനെ തേടി വരുന്നവരുടെ കർമ്മഫലത്തെ താൻ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ശുദ്ധിയെ കൊടുക്കുന്ന ഗുരു, അപ്പോൾ വന്നു ചേരുന്ന ആ കർമ്മം, അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ഗുരു സ്വീകരിക്കുമ്പോൾ ഗുരുവിലേക്ക് വന്നു ചേർന്ന അഴുതലാണെന്ന് സഹോദരനയ്യപ്പൻ കണ്ടുപിടിച്ചിട്ടാണ് പറയുന്നത്. ഭുവന ശുശ്രൂഷയെ എഴുതാലും ഞങ്ങൾക്കെഴുന്ന വിഗ്രഹം വിലയമാണ്ടുപോയി. അപ്പോൾ ഭുവന ശുശ്രൂഷ കൊണ്ടാണ് സ്വാമിക്ക് അഴുതൽ വന്നതെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളൊന്നുകൂടി മനസ്സിലാക്കേണ്ടത്, ഈ അഷ്ടസിദ്ധികൾ ഉപയോഗിച്ച് രോഗശാന്തിയും
ഒക്കെ വരുത്തിക്കൊണ്ടിരുന്നപ്പോൾ എങ്ങനെ ഗുരു ആരോടെങ്കിലും പറഞ്ഞു എനിക്കിങ്ങനെ അഷ്ടസിദ്ധിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് രോഗം ഇങ്ങനെ ഒന്ന് സ്പർശനത്താൽ മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ ഒരുള്ള ചോറ് കൊടുത്തുകൊണ്ട് അവരുടെ വായിലെ പുണ്ണ് മുഴുവനും പോക്കാനുള്ള ശക്തി എനിക്കുണ്ട്, അല്ലെങ്കിൽ 2 തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ആ പെൺകുട്ടിയോട് നടക്കൂ എന്ന് പറഞ്ഞ് അവളെ നടത്തിക്കാനുള്ള ശക്തി ഉണ്ടെന്നൊക്കെ എപ്പോഴെങ്കിലും ഗുരു ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ശ്രീനാരായണ ഗുരുദേവന് സുബ്രഹ്മണ്യ ഉപാസനയെ പരിചയപ്പെടുത്തി കൊടുത്ത അയ്യാവു സ്വാമികളെ കുറിച്ചിട്ട് ഒരു ചരിതം വായിക്കുമ്പോൾ മനസ്സിലായത്, അയ്യാവു സ്വാമികൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനുമൊക്കെ ഏകദേശം ഒരേ സമയത്ത് അയ്യാവു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന ആൾക്കാരാണെങ്കിലും ഗുരുദേവൻ ചെന്ന ആദ്യ പൗർണമിക്കാലത്ത് തന്നെ ഗുരുദേവനെ നെല്ലും നീരും വെച്ച് വെറ്റിലയും വെച്ച് അനുഗ്രഹിച്ച് ഈ സുബ്രഹ്മണ്യ മന്ത്രോപാസനയ്ക്ക് ഉപദേശം കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള നാരായണ ഗുരുദേവൻ ഈ ലോക ശുശ്രൂഷ ചെയ്ത് മറ്റു മനുഷ്യർക്ക് വേണ്ട സിദ്ധികളെ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഈ അയ്യാവ് ഗുരുക്കൾ അറിയാനിടയായ ഒരു സന്ദർഭം. ആശാനം പറയുന്നുണ്ടല്ലോ, സിദ്ധികൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഗുരുദേവൻ്റെ അടുത്തേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. അത്തരത്തിലൊരു സമയത്ത് അയ്യാവ് ഗുരുക്കൾ സ്വാമിയെ വിളിപ്പിച്ചു എന്നാണ്. ഗുരുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ ലക്ഷ്യം എന്താണ്? ഹിഖത്തുക്കാകയോ പരത്തുക്കാകയോ വേല ചെയ്യുന്നത്? നീ ഇഹത്തിന് വേണ്ടിയാണോ പരത്തിന് വേണ്ടിയാണോ വേല ചെയ്യുന്നത് എന്ന് തൻ്റെ ഗുരു ചോദിച്ചപ്പോൾ, പരത്തുക്കാകെ വേല ചെയ്യുന്നു എന്ന് ആര് ഉത്തരം പറഞ്ഞു? ഗുരുദേവൻ ഉത്തരം പറഞ്ഞു. പരമമായ ലക്ഷ്യമാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഈ തൻ്റെ ഗുരുവായിരിക്കുന്ന അയ്യാവ് ഗുരുസ്വാമികൾ പറയാണ്, ஆனால் ഇനിമേൽ സിദ്ധികൾ കാണിക്കക്കൂടാതോ. അതായത് ഇനിമേൽ നീ സിദ്ധികളൊന്നും കാണിക്കാൻ പാടില്ല എന്ന് തൻ്റെ ഗുരു വിലക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ഈ അത്ഭുത പാടവങ്ങളെ ഒന്നും ഈ അഷ്ടസിദ്ധികളെ ഒന്നും മനുഷ്യൻ്റെ മുമ്പിലേക്ക് വാരി വിതറുമ്പോൾ അത് ഞാൻ ചെയ്തതല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം അതായിരിക്കണം. അതായത് മഴ പെയ്യിക്കുന്ന സംഭവങ്ങളുണ്ട് ഇഷ്ടംപോലെ സ്ഥലത്ത്. മഴ പെയ്യിക്കുന്നു, അതുപോലെ പ്രകൃതിയെ ശാന്തമാക്കുന്നു. അങ്ങനെയുള്ള അരുവിപ്പുറത്ത് നമുക്കറിയാം, അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയെ കയ്യേ കീടുവതിന് കാൺകിലൊരുവൻ കാരുണ്യവാൻ ആരഹോ പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകണമേ ഖനാമ്പു കൃപയാ ഗംഗാനദീ ധാമമേ എന്ന് ശിവനോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. എന്താണ് ശിവൻ ആരാണ്? ശിവനോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? മഴയില്ല, വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്ന ജനങ്ങൾക്ക് ആ ശിവനെ പ്രാർത്ഥിക്കൂ. എന്താ കാരണം പറഞ്ഞത്? ആ ഗംഗാനദി ധാമമാണ്, ഗംഗാനദിയുടെ ഇരിപ്പിടമാണ് ഗുരുദേവൻ. അപ്പോൾ വെള്ളത്തിൻ്റെ മുഴുവനും ആളായ ഗംഗാനദിയെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്ന ഭഗവാനല്ലാതെ ഈ ഭൂമിയിലേക്ക് വെള്ളം തരാൻ ഇനി ആരാണുള്ളത്? അതുകൊണ്ട് നിങ്ങൾ പോയി ഗംഗാനദി ധാമമായിരിക്കുന്ന ആ അർദ്ധനാരീശ്വരനോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് അർദ്ധനാരീശ്വര സ്തവം എഴുതി കൊടുക്കുകയും ജനങ്ങളതൊക്കെ ആ ആളുകളെല്ലാം അത് പാടി മഴ പെയ്യിക്കുമ്പോൾ നെയ്യാറ് കരകവിഞ്ഞൊഴുകിയെന്ന് കേരളകൗമുദിയുടെ പത്രാധിപർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അന്നത്തെ വാർത്തകൾ. അപ്പം അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞോ, ഞാൻ പറഞ്ഞിട്ടാണ് മഴ പെയ്തത്. ഇപ്പം നമ്മളാണെങ്കിൽ പറയും ഞാൻ കാരണം അത് നടന്നത്, എൻ്റെ ഒരു ഒറ്റ ആളുടെ പരിശ്രമം കൊണ്ട് അത് അങ്ങനെ നടന്നതെന്ന് പറയാനാണ് നമ്മളിലെ അഹം നമ്മളെ നടത്തുന്നത്. അല്ലെങ്കിൽ സ്വാമി എന്തു പറഞ്ഞു? ആ ഗംഗാനദീ ധാമത്തോട് പോയി പറയൂ, ആ ശിവഭഗവാനോട് പോയി പറയൂ എന്ന് പറഞ്ഞ് കർട്ടൻ്റെ ഒരു പടി പിന്നിൽ നിൽക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഇതിൻ്റെ എല്ലായിടത്തും ഈ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർത്തു പോകുന്നത് ഈ ഗുരുവിൻ്റെ ഒരു വചസ്സിനെ ശ്രദ്ധിക്കുന്നു. ആ അയ്യാവ് ഗുരുവിൻ്റെ വാക്കിനെ ഒട്ടും അതിനെ നഷ്ടപ്പെടുത്താതെ അതിനെ സ്വീകരിച്ചുകൊണ്ട് അതുപോലെ
ഗണപതി പിള്ളയാർക്കോവിൽ മഴ പെയ്യ്ക്കുമ്പോഴും ആ ഗണപതിക്കൊരു തേങ്ങ ഉടയ്ക്കൂ, മഴ പെയ്തുകൊള്ളും എന്ന് പറയുന്നു. അപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ പ്രഭാവം കൊണ്ട് മഴ പെയ്തു എന്ന് പറയുന്നില്ല. അപ്പം പ്രപഞ്ചത്തെ വരുതിക്ക് നിർത്തിയപ്പോഴൊന്നും പറയുന്നില്ല. അവിടെ വൈക്കാട്ട് ശങ്കരൻ്റെ വീട്ടിലും വിട്ടത് ആരെയാ? ബോധാനന്ദനെ വിട്ടത്. ബോധാനന്ദൻ കിടന്നുകൊണ്ട് മഴ പെയ്തു, അല്ലാതെ നാം ചെന്നതുകൊണ്ട് മഴ പെയ്തു, ഈ മഴ കടൽ കയറാതിരുന്നു എന്നൊന്നും ഗുരു ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ആ അഷ്ടസിദ്ധികളെപ്പോലും താൻ നേടിയ അഷ്ടസിദ്ധികളെപ്പോലും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് ദൈവ പദവിയിലേക്കൊന്നും ഒരു അഭിമാനം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗമ പറഞ്ഞുകൊണ്ട് പോകുന്ന ഗുരുവിനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നിനും തൻ്റെ ആ ഏറ്റവും വലിയ ഔന്നത്യത്തിലും ഏറ്റവും താഴ്ന്നു നിൽക്കുന്നു. ഈ പ്രവർത്തിയാരുടെ പണിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നാം ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് പറയാൻ ഗുരു കാണിച്ച ആ ഒരു മഹിമ. അപ്പോൾ അതാണ് ഗുരുവിൻ്റെ ഔന്നത്യം. അങ്ങനെ തിണ്ണെന്നർത്ഥിക്കും. ചോദിക്കുന്നത് കൊടുക്കാൻ ആ മണ്ണിൽ വന്ന് അവതരിച്ച ആളാണ് ആ ഗുരുദേവൻ എന്ന് ആശാൻ പറയാണ്. മണ്ണിലെ കൽപ്പവൃക്ഷം, ഭൂമിയിലെ കൽപ്പവൃക്ഷമാണ് എൻ്റെ ഗുരു എന്ന് പറയുകയാണ്. പിന്നെ ഗുരുവിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് ആശാൻ പാടുകയാണ്. ധീമാനാണ്, ബുദ്ധിമാനാണ്. അപ്പം ധീമാനായിട്ടുള്ള മറ്റു പലരെയും ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശാൻ പറയുന്നു, ധീമാൻ ആചാരലോപം സുഗ്ഭഗ ദൃഢ ശരീരന്നു കാമാപവാദം ശ്രീമാനിൽ ശ്രീമതം ശിക്ഷിതനിൽ അതനു ദുർവാര വൈദുഷ്യഗർവം ഈ മട്ടോതുന്ന ദോഷം ചെറുതുമിഹ നിരാലംബമാക്കുന്നു പാർക്കിൽ ഭൂമാനൻ ദേശികേന്ദ്രൻ പുനരിവയ നിനച്ചൻപിൽ ഞാൻ കുമ്പിടുന്നേൻ. എൻ്റെ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ്? ധീമാനാണ്. എന്താണ് അവിടുത്തെ അടുത്ത ബുദ്ധി എന്താണ്? നമ്മളെല്ലാം കുറേ അരങ്ങളെ ഗുരു നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമുക്ക് ഓർഡർ തന്നല്ലോ. രാജാവിനെ പോലെ വർത്തിച്ചല്ലോ. ചിലതൊന്നും നിങ്ങൾ ചെയ്യണ്ട. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ മാറ്റിക്കളഞ്ഞത്? ഈ പുള്ളിക്കുടി എന്ന് പറയുന്ന ഒരു ആചാരം മാറ്റിയതായിട്ട് നമുക്കറിയാം അല്ലേ? പുള്ളിക്കുടി എന്തായിരുന്നു ആ പുള്ളിക്കുടിയുടെ കുഴപ്പം? ആരൊക്കെ പുളി കുടിച്ചിരുന്നു? വരേണ്യന്മാരായിട്ട് അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്നവരാരും അവരുടെ സ്ത്രീകളെയൊന്നും പുളി കുടിപ്പിച്ചിട്ടില്ല. അധകൃതരായിട്ടിരുന്ന താഴേക്കിടയിലുള്ള സ്ത്രീകളെയാണ് ഗർഭാവസ്ഥയിൽ പുളി കുടിപ്പിച്ചിരുന്നത്. എന്തിനാണ്? ഒരു ബൗദ്ധികമായ ചിന്തയിൽ വന്ന ഒന്നാണ്. അതായത് വരേണ്യന്മാരുടെ ഒരു കുതന്ത്രം. അതായത് നമ്മളിലെ പോലെയുള്ള സാധാരണക്കാരൻ്റെ കുട്ടികളൊക്കെ പ്രജ്ഞ നശിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ബുദ്ധിയില്ലാതെ ആ വരേണ്യന്മാരുടെ അടിമകളായിട്ടെന്നും നിർത്താൻ വേണ്ടിയിട്ട് ഗർഭത്തിലെ ശിശുവിൻ്റെ ബ്രെയിനിന് ഹാനികരമാകുന്ന പുളിയെ കൊടുക്കുകയാണ് പുളികുടി. അതാണ് സ്ത്രീകൾക്ക് പുളികുടി കൊടുത്തത്. അപ്പോൾ ഗുരുവിന് മനസ്സിലായി ഈ പുളി നമ്മുടെ ബുദ്ധിയെ വികലമാക്കുന്ന ഒന്നാണ്. ഏതുപോലെ നമ്മുടെ മദ്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഈ പുളിയും നമ്മുടെ അധികം ഒരു രസങ്ങളെയും അധികം ഉപയോഗിക്കാൻ ഗുരു ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പം ഗുരുവിൻ്റെ ഒരു ദിവസത്തെ ആഹാര രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നെല്ലിക്കയോളം കറി വെക്കുമ്പോൾ ഒരു നെല്ലിക്കയോളം വലിപ്പമാണ് അരപ്പിനുണ്ടായിരിക്കുക എന്നാണ്. അപ്പോൾ ഒരു നെല്ലിക്കയോളം വലിപ്പമുള്ള അരപ്പുണ്ടാകണമെങ്കിൽ എത്രമാത്രം സാധനങ്ങൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറവായിരിക്കും എന്ന് ചിന്തിക്കുക അല്ല. ഒരു നെല്ലിക്കയോളം വലിപ്പം മാത്രം ഉണ്ടാകണമെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് എത്ര കുറവായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു രസങ്ങളെയും അധികം അങ്ങനെ ഉപയോഗിക്കാത്ത ആ സ്വാമി പറയാണ് എന്താണ്? ഈ ബുദ്ധി ഉണ്ടാകണമെങ്കിൽ ഈ പുളി ബുദ്ധിയെ കെടുത്തുന്നതായതുകൊണ്ട് ഈ നമ്മുടെ സ്ത്രീകൾക്ക് ഇതിനി കൊടുത്തുകൂടാ. അതുകൊണ്ട് പുളികുടി എന്ന ആചാരം ഇനിമേലിൽ വേണ്ട എന്നുള്ളൊരു ഓർഡർ. അതാണ് ധീമാൻ. അങ്ങനെയാണ് ഗുരു നമ്മുടെ ബുദ്ധിയെ കൊണ്ട് നമ്മുടെ ജനതയെ പ്രോജ്വലിപ്പിച്ചത്. അതുപോലെ മറ്റൊന്നാണ് മദ്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഗുരു പറഞ്ഞ അരുതുകളിൽ ഒന്നാണ് മദ്യം. വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് കേൾക്കാത്തവരായിട്ട് ഭൂമിയിൽ ഒരാളുമുണ്ടെന്ന് കരുതണ്ട. പക്ഷേ ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നവർ വളരെ വളരെ തുച്ഛം. അവിടെയാണ് കൃപ. എവിടെ കൃപ പോയി? അപ്പം നമ്മളെല്ലാവരും മഞ്ഞണിഞ്ഞ് ഇവിടെ മഞ്ഞ കടലാക്കി മാറ്റുന്നതിലൊന്നും ഗുരുഭക്തി ഉണ്ടെന്ന് നമ്മളാരും വിചാരിച്ചു പോകണ്ട. ഈ ഗുരു പറഞ്ഞ ഈ ഒരു വാക്കിനെ അനുസരിക്കാൻ പറ്റാത്തവർ ഇവിടെ വന്ന്
വന്ന് മഞ്ഞ ഇട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവരവരെ നന്നാക്കാൻ പറ്റാത്ത നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരെ എങ്ങനെ നന്നാക്കാൻ പറ്റും? അതുകൊണ്ട് സ്വയം പ്രാപ്തനാകുക, മദ്യത്തിൽ നിന്ന് ഒഴിവാകാൻ സ്വയം പ്രാപ്തി നേടുക. നമുക്കെന്ത് നല്ല ശക്തിയുണ്ട്. ആ ഒരു വിശ്വവീര്യത്തെ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ആത്മവീര്യത്തെ നമ്മൾ പ്രയോഗിക്കണം. അതാണ് ധീമാൻ്റെ ലക്ഷണം. ഈ കള്ളുകൂടി അല്ലെങ്കിൽ ഈ മദ്യത്തിൻ്റെ പുറകെ പോകില്ല എന്നുള്ളത് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എനിക്ക് ബുദ്ധി വേണം. അതാണ് ധീമാൻ്റെ ലക്ഷണം. അവനാണ് ബുദ്ധിമാൻ. അല്ലാതെ വേറൊരാളെ പോയിട്ട് അടി കൊടുക്കുന്നതല്ല ധൈര്യവും ബുദ്ധിയും. ധീമാൻ ആരാ? എനിക്ക് വേണ്ടാത്ത ശീലങ്ങളെ ഉപേക്ഷിക്കാൻ കഴിവുള്ളവനാണ് ധീമാൻ. അപ്പം മദ്യം എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു? വൃത്തിയായിട്ട് ഗുരു പറഞ്ഞു തന്നു. എന്തുകൊണ്ടാ? ബുധേർ വൈകല്യജനകം മദ്യം ഇറ്റ് ഉച്ചതേ ബുധേ. ബുധന്മാർ പറയുന്നു ബുദ്ധിക്ക് വികലതയുണ്ടാക്കുന്നതാണ് മദ്യമെന്ന് ബുധന്മാർ പറയുന്നു, വിദ്വാൻമാർ പറയുന്നു, അറിവുള്ളവർ പറയുന്നു. അതുകൊണ്ട് മദ്യത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗുരു പറയുകയാണ്. ബുദ്ധിക്ക് വികലതയുണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു ജനത ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ സമൂഹത്തിന് ശ്രേഷ്ഠത നൽകുന്നത്. എല്ലാവരും ബുദ്ധിയില്ലാത്ത ഈ മദ്യം കുടിച്ചും മധുര കുടിച്ചും കിടക്കുന്ന ലോകത്തെ, ആ ജീർണിച്ച് ദീനം പിടിച്ചു കിടക്കുന്ന ലോകരെ കൊണ്ട് കാര്യമായ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഈ മദ്യത്തെ മാറ്റൂ എന്ന് നമുക്ക് കൽപ്പന പുറപ്പെടുവിച്ചിട്ട് ആ കൽപ്പനയെ അനുസരിക്കാൻ പറ്റാത്ത വിധം അധപ്പതിച്ചു പോയവർക്ക് എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃപ ഉണ്ടാകുക? നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആ കൃപാർദ്ര ഹൃദയനായ ഗുരുവിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വന്നതൊക്കെ. അങ്ങനെ വന്നപ്പോഴാണ് ആശാൻ്റെ കൃതികളിലേക്ക് 2 വരികളിലേക്കൊക്കെ കയറി വന്നത്. അപ്പം കൃപാർദ്രനായ ഗുരു നമുക്ക് കൃപ ചൊരിയണമെങ്കിൽ എങ്ങനെയായിരിക്കണം? പറഞ്ഞത് അനുസരിക്കാൻ മനസ്സുള്ളവർ. അങ്ങനെ അതനുസരിക്കുമ്പോഴാണ് നമ്മൾ കുറേ സഞ്ചിതവും ആഗാമിയും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന കുറേ കടങ്ങളൊക്കെ തീർത്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഋഷിയോട് നമുക്ക് കടങ്ങളുണ്ട്. ഈ ഋഷിയോട് നമുക്ക് എന്തെല്ലാം കടങ്ങളുണ്ട്? ഈ നാരായണ ഋഷിയോട് നമ്മളിപ്പോൾ നല്ല ഭംഗിയായിട്ട് വസ്ത്രധാരണം ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ക്ഷേത്രദർശനം നടത്തുന്നുണ്ടെങ്കിൽ, നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നമ്മൾ കച്ചവടമൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിദ്യ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ നാരായണ ഋഷിയോടുള്ള കടപ്പാടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ആ ഋഷിയോടുള്ള ഋണം തീർക്കാതെ പോയാൽ ഈ ജന്മം കൊണ്ട്, ഈ മനുഷ്യജന്മം വളരെ സുദുർലഭമായി കിട്ടുന്നതാണെങ്കിൽ ആ ദൗർലഭ്യമായി കിട്ടിയ ഈ മനുഷ്യജന്മം കൊണ്ട് നാം ഒന്നും നേടിയില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇവിടെ വന്ന് ഗുരുപൂജ കഴിച്ചതുകൊണ്ടും ഗുരുദേവൻ്റെ ഭക്തിഗാനങ്ങൾ പാടുന്നത് കൊണ്ടും അല്ല ഗുരുഭക്തി, ആ കൃപ വന്നു ചേരുന്നതെന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പിൻതലമുറയെ നമുക്ക് ഉപദേശിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ആളുകൾ, നമ്മളിപ്പോൾ ഈ കേൾക്കുന്നവരും അറിയുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് എത്രമാത്രം അർഹതയുണ്ട് നമ്മുടെ പിൻതലമുറക്കാരോട് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അച്ഛനും മക്കളും ഒന്നിച്ച് മദ്യപിക്കുന്നവർക്ക് മക്കളെ ഒരിക്കലും മദ്യപിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ട് അവർ പറയും? ഇപ്പം മത്സ്യമാംസാദികളെക്കുറിച്ച് ഗുരു പറഞ്ഞു. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ മക്കളോട് ഇതൊക്കെ പറഞ്ഞാൽ, ശവക്കറിയാണെന്ന് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, അതിനെ ഉപയോഗിക്കരുതെന്നൊക്കെ നമ്മളൊന്ന് പറയാൽ അവർ ഇതര സമുദായങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കും. അവരെല്ലാം അങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ, അവരുടെ ആരാധനാ സ്ഥാപനങ്ങളിൽ ഈ മദ്യം പോലെയുള്ള ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എന്താണ് എന്ന് ചോദിക്കും. അപ്പം ശരിക്കും നാരായണ ഗുരുവിനെ മനസ്സിലാക്കിയിട്ട് മറ്റു മതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രം നമ്മൾ അത് സ്വീകരിക്കുകയും എന്നാൽ അവർ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും. അവരവരുടെ വരുമാനത്തിൻ്റെ 10% സാധുക്കൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്നവരാണ് പല സമുദായക്കാരും. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾ നമ്മുടെ വരുമാനത്തിൻ്റെ 10% ദാനം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അതുപോലെ നാരായണ ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു എങ്ങനെയുള്ള കുടുംബിനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ധനം സമ്പാദിക്കേണ്ടത്. എങ്ങനെയുള്ള ധനം വേണം? മാലിന്യമില്ലാത്ത സമ്പത്തിനെ സമ്പാദിക്കണം. അതുപോലെ എങ്ങനെ തിരഞ്ഞെടുക്കണം ഒരു കുടുംബിനിയെ, അവൾ എങ്ങനെയാത്തൊക്കെ ക്വാളിറ്റി എന്തായിരിക്കണം അവളുടെ,
5-8 ക്വാളിറ്റികൾ പറയും. അവൾ സുശീലയായിരിക്കണം, പ്രസന്നയായിരിക്കണം, കന്യകയായിരിക്കണം എന്നൊക്കെ പറയും. അതിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളെന്ത് ശ്രദ്ധിക്കും? എത്രമാത്രമാണോ സ്ത്രീധനം കിട്ടുന്നത്, എത്ര ഹൈ സ്റ്റാറ്റസിലുള്ള കുടുംബിനിയാണോ എന്നൊക്കെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ കുടുംബ ബന്ധത്തിൽ തന്നെ ഏർപ്പെടുന്നത്. അപ്പോൾ നമ്മളെല്ലാം ആ ഗുരു പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ പാടെ വ്യതിചലിച്ചു പോകും. ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറയും, നല്ലൊരു കുഞ്ഞിനെ എങ്ങനെ സൃഷ്ടിക്കണം എന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ? ആരെങ്കിലും? ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ശ്രീനാരായണ ധർമ്മം നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ പ്രസിദ്ധീകരണമായിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മം. ശിവഗിരിയിൽ വന്നു പോകുന്ന ഗുരുധർമ്മ പ്രചരണ സഭയോടും ഇതിൻ്റെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഒഴിച്ചാൽ ബാക്കി ആരാണ് ശ്രീനാരായണ ധർമ്മം വായിച്ച് മനസ്സിലാക്കുന്നവർ? അവിടെ പറയും എങ്ങനെയാണൊരു നല്ല കുട്ടിയെ നമ്മൾ ജനിപ്പിക്കേണ്ടത് എന്ന്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മളെങ്ങനെയാണ് നല്ല കുടുംബം വാർത്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഗുരു പറയുന്ന ആ കാര്യങ്ങൾ ആ കുടുംബത്തിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ഗുരു പറയാണ്, ഈ കറുത്തവാവ്, അയനസന്ധി, പിന്നെ അതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവം കൊടിയേറിയിരിക്കുന്ന അവസരങ്ങൾ, അങ്ങനെയുള്ള അഷ്ടമി, ചതുർദശി, വാവ് മുതലായ സന്ധികളിൽ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ ദമ്പതികൾ പുത്രോത്പാദനത്തിന് വേണ്ടി ശാരീരിക സംയോഗത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല. ഒരു പറഞ്ഞ വാക്ക, ഒരു യതീശ്വരൻ പറഞ്ഞ വാക്ക, ഒരു ഋഷീശ്വരൻ്റെ വാക്ക. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നല്ലൊരു കുഞ്ഞുണ്ടാകുന്ന ലക്ഷ്യത്തോടുകൂടി ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പം നല്ലൊരു കുഞ്ഞുണ്ടാകണമെങ്കിൽ ഈ ദിവസങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ആ പുത്രോത്പാദനത്തിന് വേണ്ടി ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിച്ചു, പുത്രനുണ്ടായി, പുത്രനെ വളർത്തു. 5 വയസ്സുവിനെ വരെ അവനെ രാജാവിനെ പോലെയൊക്കെ വളർത്തി. 15 വയസ്സാകുമ്പോഴേക്കും അവനെ ശാസിച്ചു വളർത്തേണ്ട സമയത്ത് അങ്ങനെയും അതിനു മേലെ അവനെ തോളിൽ കൈയിട്ട് അവനെ സംഗാതിയായിട്ട് കൂട്ടിക്കൊണ്ട് പോകാനും അവനെ നല്ലത് പറഞ്ഞു കൊടുക്കാനും അവനെ ഈ ദുർമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന കുട്ടിയെ അച്ഛനൊരു മാതൃകയായിട്ട്, അമ്മയൊരു മാതൃകയായിട്ട് കാണിച്ചു കൊടുത്ത് അവനെ സന്മാർഗത്തിലേക്ക് നടത്തേണ്ട നിഷ്ഠയുണ്ടാകുമ്പോഴാണ് നമ്മളിലേക്ക് കൃപ വന്നു ചേരുക. നമ്മുടെ മകള് അസന്മാർഗികമായിട്ട് നടക്കുമ്പോൾ നമ്മളും അതിന് വഴിവെച്ച് കൊടുക്കുന്നത് പാദങ്ങളുടെ ആജ്ഞയ്ക്ക് ആജ്ഞയോട് നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നു. ആ അനുസരണക്കേടിന് തീർച്ചയായിട്ടും നമ്മൾ ശിക്ഷ അർഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കൃപ നമ്മളിലേക്ക് അങ്ങനെ പെട്ടെന്ന് വന്നു ചേരുകയില്ല. അതുകൊണ്ട് ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃപ വന്നു ചേരുമ്പോൾ ആ അറിവൊക്കെ സമ്പാദിച്ചിട്ടാണ് നമ്മൾ തീർത്ഥാടനം കഴിഞ്ഞിട്ട് പോകേണ്ടത്. ആചാരം കാട്ടി, അപ്പം ധീമാനാണെന്ന് മനസ്സിലായി. ഗുരുദേവൻ ധീമാൻ. എങ്ങനെയുള്ള ധീവൃത്തിയാണ് ചെയ്തത്? കല്യാണങ്ങളിലെ ആചാരങ്ങൾ ദമ്പതികളെ തമ്മിൽ കാണിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെ നല്ല സ്ത്രീയെ കൊണ്ടുവരണം ഇതൊക്കെ പറഞ്ഞു. എങ്ങനെ നല്ല പുത്രനെ സൃഷ്ടിക്കണം, ഗർഭത്തിൽ എന്തൊക്കെ ചെയ്തുകൂടാ അതൊക്കെ പറഞ്ഞു തന്നു. എന്താണ്? ബുദ്ധിയുടെ പ്രവർത്തനം. ഗുരുവിൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഗുരു നമ്മളെ സത്യദർശിയായിട്ടുള്ള ഗുരുവിൻ്റെ ആ ദർശനത്തിലെ കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. അതാണ് ആശാൻ പറഞ്ഞത് ധീമാൻ. അപ്പോൾ ചില ആളുകളെക്കുറിച്ച് ആശാൻ പറയണ, ചില ധീമാന്മാരെന്ന് കാണുന്ന ചിലർക്ക് ആചാരലോപമുണ്ടാകും. ധീമാൻ ആചാരലോപം, സുദൃഢ ശരീരന്നു കാമാപവാദം. അപ്പോൾ ഗുരുവിനെക്കുറിച്ചുള്ള ശരീരത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് സങ്കല്പിച്ചാൽ സുദൃഢമായ ശരീരമായിരുന്നു നാരായണ ഗുരുദേവൻ്റെത്. അപ്പം അങ്ങനെയുള്ള ചില ആളുകൾ, ചില പുരുഷന്മാർ, അവർ കാമാപവാദത്തിന് ഇരയാകും. നല്ല ഭംഗിയുള്ള അരോഗദൃഢഗാത്രനായിരിക്കുന്ന ഒരാളെക്കുറിച്ച് കാമാപവാദം പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഗുരുവിനെക്കുറിച്ച് ഒന്നാലോചിക്കൂ. ആ ധീമാന് ആചാരലോപമില്ല. എല്ലാ ആചാരങ്ങളും കൃത്യമായിട്ട് പറയുന്നത് പോലെ അത് എൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഒരു അതായിട്ട് വഴികാട്ടിയായി കാണിച്ചു കൊടുത്തിരിക്കുന്ന നാരായണ ഗുരുദേവൻ. അപ്പോൾ ആ ധീമാനാണ്, ആചാരലോപമില്ലാത്തവനാണ്, സുദൃഢ സുഭഗനാണ്, കാമാപവാദമില്ലാത്തവനാണ്, ശ്രീമാനാണ്, സമൃദ്ധിയുടെ ഉടമയാണ്, ഐശ്വര്യമുള്ളവനാണ്. ശ്രീമാനിൽ ശ്രീമതമുണ്ടാകാം. എനിക്ക്
വലിയ കഴിവുകളും ഐശ്വര്യവും ഉള്ളവനാണെന്നുള്ള അഹങ്കാരം ശ്രീമാന്മാർക്കുണ്ടാകാം. പക്ഷേ എൻ്റെ ഗുരുവിനാകട്ടെ ഈ ശ്രീമാൻ എന്നുള്ള ആ ഐശ്വര്യമൊക്കെ ഉണ്ടായിട്ടും, നിറഞ്ഞ ഐശ്വര്യവും ഭഗവാനായിരിക്കുന്ന ഭഗങ്ങളൊക്കെ ഉണ്ടായിട്ടും എൻ്റെ ഗുരുവിന് എന്തില്ല? ശ്രീമതമില്ല. ശിക്ഷിതനിൽ അതനുദുർവാര വൈദുഷ്യഗർവം. പഠിച്ചവർക്ക്, അതായത് ഏതെങ്കിലും ഒരു വിജ്ഞാനം അല്ലൊരു ജ്ഞാനം കരഗതമായിരിക്കുന്നവർക്ക് ആ ശിക്ഷിതൻ അല്ലെങ്കിൽ ആ പഠിച്ചവന് വൈദുഷ്യ ഗർവമുണ്ടാകും. അവർക്ക് ഞാൻ പഠിച്ചവനാണെന്നുള്ള ഗർവമുണ്ടാകും. പക്ഷേ നാരായണ ഗുരുവിൻ്റെ ജീവിതം നോക്കൂ, എവിടെയാണൊരു ഗർവം? ആരോടാണൊരു മോശമായി സംസാരം? എപ്പോഴാണൊരു അഹങ്കാരം കാണിച്ചിട്ടുള്ളത്? വന്ന എത്രയോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ജന്മങ്ങൾ ഇവിടെ നാരായണ ഗുരുവിനെ ദർശിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ വന്ന സമയത്തൊക്കെ എത്ര ഉപചാരപൂർവം, എത്ര സ്നേഹത്തോടു കൂടി ഇരുന്ന നാരായണ ഗുരുദേവൻ. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത്, ഈ ഗുരുവിനെ പോലെ ഒരാളെ ഇത്ര അനന്തതയിലേക്ക് നോട്ടിയിരിക്കുന്ന യോഗനയനങ്ങളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ദൈവത്തിൻ്റെ ആ പ്രതിപുരുഷനായിട്ടിരിക്കുക, അല്ലെങ്കിൽ ദൈവം തന്നെ ആയിരിക്കുന്ന ഈ കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് വാണരുളുന്ന ശ്രീനാരായണ ഗുരുദേവൻ ദൈവം തന്നെയാണെന്ന് ആൻഡ്രൂസ് പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ആ ശ്രീമാനിൽ ശ്രീമതമില്ലാത്ത ആ ഒരു മതമില്ലാത്ത ഗുരുദേവൻ, എന്ത് മതമില്ലാത്തത്? ഞാൻ പഠിച്ചവനാണ്, അറിവുള്ളവനാണെന്നുള്ള അഹങ്കാരലേശമില്ലാത്ത ആ ഗുരുദേവൻ. അങ്ങനെയുള്ള ഗുരുവിനായിട്ട്, അങ്ങനെയുള്ള ഗുരുക്കന്മാർ ദുർലഭമാണ്. ദുർലഭം, വളരെ കിട്ടാൻ പ്രയാസമാണ് അങ്ങനെയുള്ള ഗുരുക്കന്മാർ. അങ്ങനെയുള്ള എൻ്റെ ഗുരുവിനായിക്കൊണ്ട് മൽ ഗുരു സമൻ, എൻ്റെ ഗുരുവിനെ പോലെ സമന്മാരായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശാൻ ആ ഗുരുവിനെ വന്ദിക്കുന്നത്. എൻ്റെ ഗുരുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. എൻ്റെ ഗുരുവിൻ്റെ മുഖത്തിൻ്റെ ശോഭ എന്താണ്? ഗുരുവിൻ്റെ ധ്യാനത്തിലിരിക്കുന്ന സമയത്തൊക്കെ അറിയാതൊന്ന് വാതിൽ തുറന്നു പോയ ആളുകളൊക്കെ കണ്ട കാഴ്ച കനൽക്കട്ട പോലെയുള്ള ആ ഒരു ദേഹത്തെ കണ്ട കാഴ്ച ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അപ്പം അത്രയും ശോഭയുള്ള ഗുരുദേവൻ. വേറല്ലോ വക്ത്രശോഭ, വക്ത്രം എന്ന് പറഞ്ഞാൽ മുഖം എന്നാ. വേറല്ലോ വക്ത്രശോഭ, എൻ്റെ ഗുരുവിൻ്റെ മുഖശോഭ ഒന്ന് വേറെയാണ്. മമ ഗുരുവിന് മന്ദസ്മിതാഭ, എൻ്റെ ഗുരുവിൻ്റെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരിക്കലും ഒരു ചിരിയുള്ള ഫോട്ടോയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഗുരുവിൻ്റെ പല്ല് തെളിഞ്ഞിരിക്കുന്ന ഫോട്ടോയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ മുഖത്തേക്ക് നോക്കിയാൽ ആ ചിരിയൊക്കെ അകത്തുണ്ട്. ആ ചിരി എല്ലാവരോടും കാരുണ്യവും സ്നേഹവും ഒക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന മുഖമാണ്. അതാണ് ആശാൻ പറഞ്ഞത്, വേറല്ലോ വക്ത്രശോഭ, മുഖത്തിൻ്റെ ശോഭയൊന്ന് കാണൂ. മമ ഗുരുവിന് വേറെ നിന്നും മന്ദസ്മിതാഭ, എൻ്റെ ഗുരുവിൻ്റെ മന്ദസ്മിതം ഒന്ന് വേറെ തന്നെ. വേറെത്രേ ശിഷ്യവാത്സല്യം, എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യവാത്സല്യവും ഒന്ന് വേറെ തന്നെയാണ്. എന്താണ് എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യവാത്സല്യത്തിൻ്റെ പ്രത്യേകത? ആശാൻ വിവാഹം കഴിച്ചപ്പോൾ പലതും പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ പിണങ്ങിയിട്ടുണ്ടാകുമെന്നൊക്കെ ആളുകൾ പറഞ്ഞു. പക്ഷേ ഗുരുദേവൻ എന്തു പറഞ്ഞു? എപ്പോഴും ഗോതമ്പ് ഭക്ഷണം കഴിച്ച ഒരാൾ കരിഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയപ്പോഴുണ്ടായൊരു മാറ്റം, അത്ര മാത്രമേ ഗുരു അതിനെക്കുറിച്ച് പ്രതികരിച്ചുള്ളൂ. എപ്പോഴെങ്കിലും ആശാനെ തള്ളിപ്പറഞ്ഞോ? ഒരിക്കലും തള്ളിപ്പറഞ്ഞില്ല. അതും മാത്രമല്ല, ആലുവയിലുള്ള ആ സ്ഥാപനത്തിലേക്കൊക്കെ ആശാനെ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടുത്തെ സാരഥിയാക്കുകയൊക്കെ നാരായണ ഗുരു ചെയ്യുന്നതാണ്. എൻ്റെ ഗുരുവിൻ്റെ എല്ലാം ഒന്ന് വേറെയാണ്. എങ്ങനെ? ആകാരം വേറെയാണ്. ഈ എൻ്റെ ഗുരുവിന് സമമായ ഒരു ആകാരം മറ്റൊരാളിൽ കാണാൻ കഴിയുകയില്ല. അത്രമാത്രം ആകാരഭംഗി, വേറെ ആ സ്ഥിതി, ആ നിൽപ്പ്, ആ ധൃതി, നടപ്പ് ഒക്കെ വേറെയാണത്രേ. മറ്റൊരാൾക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് എൻ്റെ ഗുരുവിൻ്റെ മുഖശോഭയും മന്ദസ്മിതാഭയും നടപ്പും നിൽപ്പും ഒക്കെ തന്നെ വേറെയാണ്. അതുപോലെ തന്നെയാണ് വേറെത്രേ ശിഷ്യവാത്സല്യവും. ഇവിടെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഭാർഗവൻ വൈദ്യനെക്കുറിച്ച്. ഭാർഗവൻ വൈദ്യൻ ഇവിടെ നിന്ന് പഠിച്ചപ്പോഴൊക്കെ ഭാർഗവൻ വൈദ്യൻ്റെ ആഗ്രഹം ഒരു വക്കീലാകണമെന്നാണ്. അപ്പോൾ സ്വാമി പറയുന്നു, നീ വക്കീലാകണ്ട, നീ വൈദ്യം പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് വൈദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് സ്വാമി തന്നെയാണ് അവനെ നിയോഗിക്കുകയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്.
ഭാർഗവൻ വൈദ്യൻ പഠിച്ച് അവൻ ഫാർമക്കോളജിയിൽ പരീക്ഷ എഴുതേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. അവൻ പഠിച്ച കോളേജിൽ ഫാർമക്കോളജി എന്ന് പറയുന്ന മരുന്നുണ്ടാക്കുന്ന നിർമ്മാണം, മരുന്നിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചൊരു വിഷയമുണ്ട്. ഫാർമക്കോളജി പരീക്ഷ നാളെയാണെങ്കിൽ കോളേജിൽ അതിന് വേണ്ടത്ര പഠിപ്പൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ സിലബസ് വേണ്ട വിധത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഭൃഗു വളരെ സങ്കടപ്പെട്ട് കിടക്കുകയാണ്. നാളെ ഞാൻ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് വിഷമിച്ച് കിടക്കുമ്പോൾ ഈ ഗുരുദേവൻ അന്ന് സമാധിയായിട്ടുണ്ട്. ആ സമാധിയായ ഗുരുദേവൻ ഈ ഭൃഗുവിനെ വിളിക്കുക. ഭൃഗു എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. ആ പുസ്തകം പോയി വായിക്കൂ എന്ന് പറയും. അങ്ങനെ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഈ ഭൃഗു എണീറ്റിട്ട് എൻ്റെ ഗുരുവാണല്ലോ എന്നെ വിളിച്ചു പറഞ്ഞത്, ആ പുസ്തകം തേടി പിടിക്കാൻ പോകുമ്പോൾ ഭൃഗുവിൻ്റെ കയ്യിൽ പുസ്തകമൊന്നുമില്ല. ഭൃഗു എവിടെ ചെല്ലും? കോളേജിൽ വാച്ച്മാനെ ചെന്ന് വിളിച്ചുണർത്തി ആ ലൈബ്രറിയിൽ നിന്ന് ആ പുസ്തകം എടുത്ത് രാത്രി മുഴുവൻ അത് വായിക്കും. വായിച്ചിട്ട് പിറ്റേ ദിവസം ഫാർമക്കോളജിയുടെ പരീക്ഷയിൽ വന്നത് ഗുരു പറഞ്ഞ പുസ്തകത്തിലെ 2 ചോദ്യങ്ങളാണ്. ആ 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷനില്ല. അപ്പോൾ അതാണ് ഇവരുടെ മാനദണ്ഡം. ആ പരീക്ഷയുടെ വിജയത്തിൻ്റെ മാനദണ്ഡം ആ ക്രിട്ടിക്കലായിട്ടുള്ള ഈ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിനെ ഗുരു പറഞ്ഞു കൊടുത്തു എന്നാണ്. എന്താണ് ആ ഗുരുവിനുള്ള കൃപ, ആ ശിഷ്യനോടുള്ള ആ വാത്സല്യം. അതാണ് ആശാൻ പറഞ്ഞത്, ശിഷ്യ വാത്സല്യവും ഒന്ന് വേറെയാണ്. അപ്പം ഭൃഗുവിനായിരുന്നു 1ാം റാങ്കെന്ന്. ഇത്രമാത്രം ശിഷ്യവാത്സല്യമുള്ള ആ ഭൃഗുവിനെ ആ പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഗുരുദേവൻ സഹായിച്ചിരിക്കുന്നു. നമുക്കും ഗുരുവിനോട് കൃപ സമ്പാദിക്കാൻ സാധിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഇന്നും അത് അനുഭവവേദ്യമാണ്. മനസ്സ് നിറഞ്ഞ് ഗുരുവിനെ ഭജിക്കുന്ന, അല്ലെങ്കിൽ ഗുരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്ന ഒരാൾക്ക് നമ്മൾ വിളിക്കാതെ തന്നെ ഗുരു വേണ്ടത് നമുക്ക് അടിയായി ചെയ്തു തരുമെന്നുള്ളത് എല്ലാ ഉത്തമന്മാരായ ഗുരുഭക്തന്മാർക്കെല്ലാം ഇപ്പോഴും വിശ്വാസമുണ്ട്. അപ്പം ആശാൻ പറയുന്നു, വേറെത്രേ ശിഷ്യവാത്സല്യം. നടരാജഗുരു വന്നിട്ട് പിണങ്ങാനായിട്ട്, ഗുരുവിനോട് പിണങ്ങാൻ വേണ്ടിയിട്ട് വരുന്നു. അവിടെ നിന്ന് കുളിച്ച് തോർത്ത് കയ്യിലിട്ടിട്ട് ഓടി വരുന്ന സമയത്ത് നാരായണ ഗുരു പറയും, തമ്പി നമ്മളോട് വഴക്കിന് വരികയാണെന്ന് പറയും. അപ്പോൾ എന്താണ്? ശിഷ്യവാത്സല്യം കൊണ്ട് ആ തമ്പിയോട് അവന് ഉപദേശം കൊടുത്ത് വീണ്ടും അവനെ ഉന്നത സ്ഥലങ്ങളിലേക്ക് പ്രാപ്തമാക്കാൻ വേണ്ടി തമ്പിയെ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തുന്ന ശിഷ്യവാത്സല്യം. നടരാജഗുരു യൂറോപ്പിലേക്ക് പോകുന്ന സമയത്ത് 2 തരങ്ങൾ പഴങ്ങളും പണവും കൊടുത്ത് അനുഗ്രഹിച്ച് വിട്ട ഗുരുവാത്സല്യം. അപ്പം അതാണ് വേറെത്രേ ശിഷ്യവാത്സല്യം. വിശേഷിച്ചു ചിന്തിച്ച് മോതാൽ കൂറാർന്നുള്ളത്തിലേന്തി ഗുരുപദ കമലം സന്തതം ഞാൻ തൊഴുന്നേൻ. അപ്പോൾ നമ്മളിലേക്ക് വിശുദ്ധാചരണങ്ങളെത്തിച്ചു ബുദ്ധിയുടെ വികലതയെ മാറ്റി നമുക്ക് തെളിഞ്ഞ ബുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകി. അതുപോലെ തന്നെ നമ്മളുടെ മരണാവസ്ഥയിൽ, മരണം കഴിഞ്ഞാൽ പുലകുടി എത്ര ദിവസം കഴിഞ്ഞാലാണ് പുല മാറുന്നത് എന്ന് സ്വാമിയുടെ നിർദ്ദേശം. താണിശ്ശേരി ലഹളയൊക്കെ ബോധാനന്ദ സ്വാമി സംഘടിപ്പിച്ചതൊക്കെ ഈ ഒരു കാര്യം വെച്ചിട്ടാണ്. അപ്പോൾ 10 ദിവസത്തെ പുല എന്നുള്ളത് മുകളിലുള്ളവർക്കും 14 ദിവസത്തെ എന്നുള്ളത് താഴേക്കിടക്കാർക്കും ബാധിച്ചുവെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൽപ്പനയിൽ അത് 10 ദിവസമായിട്ട് നിങ്ങൾ ആചരിച്ചാൽ മതിയെന്ന് ആചാരത്തിലെ നിഷ്കർഷകൾ ചെയ്തു തന്ന ഗുരുദേവൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്വാമികളുടെ കൽപ്പന പ്രകാരം സ്വാമികൾ വരുത്തിയ മാറ്റങ്ങളുടെ അനുഭവ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുപോലെ ആ ശിഷ്യവാത്സല്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഭൃഗുവിനെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇതാ നമ്മുടെ വൈദിക മഠത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ നരസിംഹസ്വാമികൾ എല്ലാ ദിവസവും സ്വാമിയുടെ കൂടെ ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ നരസിംഹസ്വാമികൾ എല്ലാ ദിവസവും ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നാരായണ ഗുരുദേവൻ അപ്പോഴും ആ ഒരു ശിഷ്യവാത്സല്യം പ്രകടിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എങ്ങനെയാണ്? അദ്ദേഹത്തോട് പറയും, എല്ലാവരും കേൾക്കെ ഈ നരസിംഹസ്വാമിയെ ആക്ഷേപിക്കും. എന്താണ്? ദാ ഈ നരസിംഹം വന്നെൻ്റെ കയ്യിൽ പിടിക്കുന്നു, കാലിൽ പിടിച്ചു വലിക്കുന്നു, ദാ എനിക്ക് വേദനിക്കുന്നേയോ എന്ന് പറഞ്ഞിട്ട് കരയും. അങ്ങനെ കരയുന്ന സമയത്ത് നരസിംഹസ്വാമി അവിടെ നിന്ന് ഓടിപ്പോവും, ആരും കാണാതെ ഓടിപ്പോവും. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നരസിംഹസ്വാമി അവിടെയുള്ള സ്വാമിമാരോട് ചോദിക്കും, നരസിംഹം പോയോ?
അവന് ഇനി വരാമല്ലോ, 3 ദിവസം കഴിഞ്ഞില്ലേ അവന് വരാം എന്ന് പറയും. എന്താണ്, 3 ദിവസം പോയി അവൻ ഉറങ്ങിയല്ലോ, ഇനി അവൻ വന്നോട്ടെ. അപ്പം ഇതാണ് ശിഷ്യവാത്സല്യം. അവൻ പോകില്ല, പക്ഷെ അവനെ വിടാനൊരു വഴി ഗുരുദേവൻ ഉണ്ടാക്കിയതാണ്. വേറെത്രേ ശിഷ്യവാത്സല്യം. അങ്ങനെയുള്ള ഗുരുവിനെയാണ് ആശാൻ ഈ ഗുരുപാദ ദശകം എന്ന് പറയുന്ന ആ കൃതിയിലൂടെ വർണ്ണിച്ച് കാണിച്ചത്. അതൊരു 10 ശ്ലോകമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മുഖത്തെക്കുറിച്ച് നമുക്കൊന്ന് വർണ്ണിച്ചു പോകാം. ചെന്താർ മങ്ങും മുഖം, ചേതന നയനയുഗം, ചാരു നെറ്റിത്തടം, നൽ പൊൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയോട് പുരുരോമാളി ആളുന്ന ഭൂമി, ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും തുങ്കഭക്ത്യാ ചിന്തിച്ച് ഉള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. ചെന്താർ മങ്ങുന്ന മുഖം, ചെമന്ന താമരപ്പൂവ് പോലും നാണിച്ചു പോകുന്ന ശോഭയോടുകൂടിയുള്ള ചുമന്ന മുഖം, അരുണാഭയാർന്ന മുഖം. ചെന്താർ മങ്ങും മുഖം, ചേതന നയനയുഗം, അല്ല ചേതനയുള്ള 2 കണ്ണുകൾ. ആ കണ്ണുകളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന ആ യോഗ നയനങ്ങളെന്ന് രവീന്ദ്രനാഥ ടാഗോർ വർണ്ണിച്ചത് ആ നയനങ്ങളെക്കുറിച്ചാണ്. ചെന്താർ മങ്ങും മുഖം, ചേതന നയനയുഗം, ചാരു നെറ്റിത്തടം, ആ ഉയർന്ന ഭംഗിയുള്ള ആ നെറ്റിത്തടം, നൽ പൊൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയോട് പുരുരോമാളി ആളുന്ന ഭൂമി, നല്ല സ്വർണ്ണപ്പൂ പോലെയുള്ള സ്വർണ്ണപ്പൂവിൻ്റെ കളറുള്ള ശരീരം, ആ ശരീരത്തിലെ കറുത്ത രോമാളി, രോമക്കൂട്ടങ്ങൾ, ആ സ്വർണം പോലെയുള്ള ദേഹത്തിൽ ആ കറുത്ത രോമങ്ങളുടെ വർണ്ണന എത്ര ഭംഗിയായിരിക്കുന്നു. മുഖമാണെങ്കിൽ ചെന്താര് നാണിച്ചു പോകുന്ന മുഖം, ശരീരമാണെങ്കിൽ പൊൻതാരിൻ്റെ കാന്തി മങ്ങുന്ന ശരീരശോഭ. പിന്നെയോ ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങൾ, അവിടുത്തെ കൈകളുടെ വർണ്ണന പറയാണ്. മുട്ടിന് താഴെ എത്തി നിൽക്കുന്ന കൈ. നമ്മുടെയൊക്കെ കൈകൾ നോക്കിയാൽ അറിയാം മുട്ടിൻ്റെ അറ്റം വരെയും പോലും എത്തുന്നില്ല. അപ്പോൾ ആ ശരീരത്തിൻ്റെ വടിവിനെ പറയുകയാണ്. കൈ എങ്ങനെയാണ്, അത് മുട്ടിൻ്റെ താഴെ വരെ എത്തുന്ന കൈകൾ. ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും തുങ്കഭക്ത്യാ ചിന്തിച്ചുള്ളത്തിൽ. അതാണ് നാരായണ ഗുരുവിൻ്റെ ഒരു തിരുശരീരത്തിൻ്റെ ഒരു കാഴ്ച. ചെന്താർ മങ്ങുന്ന മുഖവും ആ പൊൻപൂവ് പോലെയുള്ള ദേഹവും, ആ ദേഹത്തിൽ വർദ്ധിച്ച രോമാളിയും, കാൽമുട്ടിൻ്റെ താഴെ വരെ എത്തുന്ന കൈത്തലങ്ങളെയും ചിന്തിച്ച്, അപ്പോൾ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് ആശാൻ സമ്മേളിപ്പിക്കുന്നു. നമ്മളാരും ഗുരുവിനെ കണ്ടവരല്ല, പക്ഷേ കണ്ട ആശാൻ നമുക്കതിൻ്റെ ഒരു ചിത്രമെടുത്ത് തന്നിരിക്കുന്നു. ഇങ്ങനെയാണ് എൻ്റെ ഗുരു ഇരുന്നത്, ഇങ്ങനെയായിരുന്നു എൻ്റെ ഗുരുവിൻ്റെ ശോഭ. എൻ്റെ ഗുരുവിൻ്റെ നടത്തം നേരത്തെ കാണിച്ചു. എന്താണ് ആ? വേറെയാണ് ധൃതി, വേറെയാണ് ഗാംഭീര്യം, ഔദാര്യം ഒക്കെ വേറെയാണ്. ഔദാര്യവും എൻ്റെ ഗുരുവിൻ്റേത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞു. എന്താണ് അവിടുത്തെ ഔദാര്യം? ആലുവയിലെ പണിയാൻ വെച്ചിരുന്ന മരങ്ങൾ തടി മുറിപ്പിച്ച് ആലുവ ആശ്രമം പണിയാൻ വെച്ചിരിക്കുന്നു. അപ്പോഴാണ് ഒരു പാവപ്പെട്ട ഒരാൾ ചെന്നിട്ട് അതിൽ നിന്നൊരു ഒരു തടി മോഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാമി ചെന്നിട്ട് അത് തലയിൽ പൊക്കി വെച്ച് കൊടുക്കും. പാതിരാവിൽ വന്ന കള്ളനെ ഈ തലയിലേക്ക് ഈ തടി പൊക്കി വെച്ച് കൊടുത്തിട്ട് പറയും, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നനയാതെ കിടക്കണ്ടായോ എന്ന് പറഞ്ഞിട്ട് ആ കള്ളൻ്റെ തലയിലേക്ക് ഈ തടി പിടിച്ചു വെച്ച് കൊടുക്കുന്ന ഔദാര്യം. വേണമെങ്കിൽ അവനെ ശിക്ഷിക്കാം, കള്ളനല്ലേ. സത്യവും അഹിംസയും ധർമ്മമായി ആചരിക്കണമെന്ന് പറഞ്ഞ നാരായണ ഗുരുവാണ് എന്ത് ചെയ്തു കൊടുത്തത്? അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരിത, മദ്യവർജനം എന്ന് ധർമ്മത്തെ നമുക്ക് ഉദ്ബോധിപ്പിച്ച നാരായണ ഗുരുദേവൻ ആ കള്ളൻ്റെ തലയിലേക്ക്, അതാണ് ഔദാര്യം. അതാണ് സവിശേഷമായ ഔദാര്യത്തെക്കുറിച്ച് ആശാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള നാരായണ ഗുരുവിനെയാണ് അവിടെ അങ്ങനെയുള്ള ഗുരുവിൻ്റെ കൃപ കടാക്ഷമാണ് നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പം നമ്മളെല്ലാം സാധാരണക്കാരന്മാരായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾ. സ്വാമി പറയുകയാണ്, ഈ ഗൃഹസ്ഥാശ്രമങ്ങൾ എന്തൊക്കെ അനുഷ്ഠിച്ചിരിക്കണം, തീർച്ചയായിട്ടും അനുഷ്ഠിച്ചിരിക്കേണ്ട 5 ധർമ്മങ്ങളെക്കുറിച്ചും 5 യജ്ഞങ്ങളെക്കുറിച്ചും ഗുരു പറയും.
എന്തൊക്കെയാണ് ആ യജ്ഞങ്ങൾ? ആ യജ്ഞങ്ങളെ തീർച്ചയായിട്ടും ഗൃഹസ്ഥന്മാരെന്ന നിലയിൽ ആചരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്തൊക്കെ യജ്ഞങ്ങളാണ്? ദേവയജ്ഞം, ധർമ്മയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, പിന്നെന്താണ്? ഒരു യജ്ഞം കൂടിയുണ്ട്. എന്തൊക്കെ യജ്ഞങ്ങളാണ്? യജ്ഞം എന്ന് വെക്കുമ്പോൾ തന്നെ മനസ്സിലായി, ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. പിതൃയജ്ഞം, നമ്മളെല്ലാവരും വിചാരിക്കും പിതൃയജ്ഞം ഞാൻ നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ എന്ന്. എപ്പോഴാണ് ചെയ്യുന്നത്? കർക്കിടക മാസി ഭാവിന് ഞാൻ അച്ഛൻ്റെ നാളിൽ പോയി ബലിയിടും, അമ്മയുടെ നാളിൽ പോയി ബലിയിടും. ഇതാണ് എന്നെ സംബന്ധിച്ച പിതൃയജ്ഞം. അതാണോ പിതൃയജ്ഞം? നമ്മൾ ചെയ്യാത്തത്, അമ്മയും അച്ഛനെയും വേണ്ടപ്പോൾ വേണ്ടതുപോലെ സംരക്ഷിക്കാതെ അവരുടെ ആ മരണാനന്തര ചടങ്ങുകളൊക്കെ ഗംഭീരമായിട്ട് 4 ആളെ വിളിച്ചറിയിച്ച് വലിയ പ്രാധാന്യത്തോടുകൂടി നടത്തും. എന്നിട്ട് വർഷാവർഷം ബലിയിടും. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കുടുംബയോഗങ്ങളൊക്കെ ഉണ്ട്. ആ കുടുംബയോഗങ്ങൾ വഴി പ്രത്യേകം പ്രാർത്ഥന വയ്ക്കും. വരുന്ന പ്രാർത്ഥനക്കാർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും. ഇതാണോ നമ്മുടെ പിതൃയജ്ഞം? വേണ്ടതുപോലെ അച്ഛനെ വേണ്ടതുപോലെ സംരക്ഷിച്ച്, അമ്മയെ വേണ്ടതുപോലെ സംരക്ഷിച്ചു എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയണം. അതാണ് പിതൃയജ്ഞം. അപ്പം അമ്മയും അച്ഛനും എത്രയും വയസ്സായിരിക്കുമ്പോൾ അവരെ ചെന്ന് കാണുകയും അവരെ സംസാരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും വിചാരിക്കും, ഇവൻ എൻ്റെ മകനായിട്ട് ഇനിയും എനിക്ക് ജീവിക്കുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ അവരെ നോക്കാതിരിക്കുമ്പോൾ അവർ വിചാരിക്കും, ഇത്തരം ഒരു മകനുണ്ടായതിൽ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരമ്മയും ഒരച്ഛനും മരിക്കാനിടയായാൽ അത് പിതൃയജ്ഞം നാം നിർവഹിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പം ഇപ്പം നമ്മളൊക്കെ പിതൃയജ്ഞം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും യുവാക്കളില്ല പോലും. എന്നുവെച്ചാൽ എല്ലാവരും വിദേശത്തേക്ക് ജോലി സംബന്ധിച്ച് പോയിരിക്കുന്നു. വൃദ്ധന്മാരുടെ ഇടമായിട്ട് നമ്മുടെ ഭാരതം, ഈ കേരളം പ്രത്യേകിച്ച് മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് പിതൃയജ്ഞം? അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, അദ്ദേഹം റിട്ടയർ ആയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതിയിരുന്നത് വായിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇടയായിട്ടുണ്ട്. അപ്പോൾ ആ ലേഖനം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പിതൃയജ്ഞം, നാരായണഗുരുവിൻ്റെ പിതൃയജ്ഞത്തെ സംബന്ധിച്ചൊരു കഥയാണ്, ഒരു സംഭവമാണത്. അതായത് അദ്ദേഹത്തെ കാണാൻ ഒരു അമ്മയും മകനും വരുന്നു. അമ്മയ്ക്ക് അസുഖമാണ്, മകൻ വന്നു, വിദേശത്താണ്, ഒറ്റ മകനാണ്. അദ്ദേഹം വരുന്നു, ഡോക്ടറെ കാണിക്കുന്നു, ചികിത്സ ഡോക്ടർ നിശ്ചയിക്കുന്നു, മരുന്നൊക്കെ വാങ്ങിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം വീണ്ടും മരുന്നിനൊക്കെ ചെല്ലുമ്പോൾ മകനോട് ഈ ഡോക്ടർ പറയും, ഈ അമ്മയ്ക്ക് അസുഖം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതല്ല, അമ്മ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കൂടിയുള്ള അമ്മ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ മരുന്നൊക്കെ കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ മകൻ എന്തായാലും അത് വിചാരിച്ചു, അമ്മ ഇനി രക്ഷയില്ല. അപ്പോൾ ഇനി അദ്ദേഹത്തിന് ലീവൊക്കെ കഴിഞ്ഞ് പോകേണ്ട സമയമായി, 1-2 മാസമായി, അവധിയൊക്കെ നീട്ടിയെടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹം അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു. ആശാവഹമായ ഒന്നും ഡോക്ടർ പറയുന്നില്ല. അങ്ങനെ ഒരു ദിവസമാണ് അദ്ദേഹം തീരുമാനിച്ചത്, ഡോക്ടറോട് ചെന്നൊന്ന് ചോദിക്കുകയാണ്, ഡോക്ടറെ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെയാണ് ഡോക്ടർ സഹായിക്കേണ്ടത്? ഡോക്ടർ അതിനെക്കുറിച്ചൊന്നും മൗനം പാലിച്ചിരിക്കുമ്പോൾ 2-3 വട്ടം പറയാനായിട്ട് ചെന്നിട്ട് പറയാത്തൊരു കാര്യം ആ മകൻ ആ ഡോക്ടറോട് പറയാണ്. ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്, അമ്മ ഇനി വലിയ കാലമില്ല, അമ്മ മരിച്ചു പോകും, അമ്മ ഈ ചികിത്സ കൊണ്ട് ഫലമില്ല എന്ന് ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്. എന്നാൽ അതൊരല്പം നേരത്തെയാക്കി തന്നുകൂടെ? എന്താ ചോദിച്ചത്? അമ്മയുടെ മരണം ഒരല്പം നേരത്തെയാക്കി തന്നുകൂടെ? അതാണ് ആ ഡോക്ടർക്ക് മനസ്സിൽ മറക്കാത്തൊരു ഓർമ്മയായിട്ട് വന്ന സർവീസിന് ശേഷം എഴുതി വെച്ചത്. അപ്പോൾ മകനെ എന്ത് പിതൃയജ്ഞം അവിടെ ചെയ്തത്? മകന് ജോലിക്ക് പോകണം, സമയം കഴിയുന്നു, എന്നാൽ അമ്മ എന്തായാലും മരിച്ചു പോകും, എന്നാൽ പിന്നെ ഒരു സഹായം ഡോക്ടർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജോലിയൊന്നും നഷ്ടപ്പെടാതെ അങ്ങ് പോവുകയും ചെയ്യാം. അത്രേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ എന്താ, വേണ്ട വിധത്തിൽ ഈ യജ്ഞത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തൊരാളാണ് അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ, അമ്മയെ ഇനി ശുശ്രൂഷിക്കാൻ ഇനി ജീവിതത്തിൽ ഒരവസരം ലഭിക്കുകയില്ല. പക്ഷേ ജോലിക്കാണെങ്കിൽ ഇഷ്ടംപോലെ അവസരങ്ങൾ ഇനിയും ലഭിക്കും. തൻ്റെ കർത്തവ്യം തീർച്ചയായിട്ടും ഈ അമ്മയെ ശുശ്രൂഷിക്കൽ തന്നെയാണ് എന്ന് ഒരു ഉറച്ച ആ ഒരു ആധ്യാത്മിക വിചാരം, ആ പിതൃയജ്ഞ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അച്ഛനെയും അമ്മയൊക്കെ നോക്കാൻ ചില മടികൾ. ചിലപ്പോൾ വിചാരിക്കും മൂത്ത മോനല്ലേ അല്ലെങ്കിൽ ഇളയ മോനല്ലേ വസ്തുവകളൊക്കെ കൂടുതൽ കൊടുത്തത്, അവൻ കൊണ്ടുപോയി നോക്കട്ടെ, അല്ലെങ്കിൽ ആശുപത്രിയിൽ അവരൊന്ന് കിടക്കുമ്പോൾ 10 ദിവസം അവരോടൊപ്പം സന്തോഷമായി ചിലവഴിക്കാൻ പറ്റാതെ വരിക. ഇതൊക്കെ നമ്മുടെ പിതൃയജ്ഞത്തെ ഹാനികരമായി ബാധിക്കുന്നതും. അങ്ങനെ അത് ചെയ്യാതെ പോയാൽ നാരായണ ഗുരുദേവൻ അവസാനം ഒരു വാക്ക് പറയും, അത് ശരിക്കും ചെവിയൊക്കെ തുറന്നിട്ട് കേൾക്കേണ്ടതാണ്. ഈ 5 യജ്ഞങ്ങളും പറയും, ബ്രഹ്മയജ്ഞം പറയും, ബ്രഹ്മത്തെ അറിയുക, അതിനെ നിത്യേന സകല ദിവസവും സ്വയം പഠിക്കുക, സ്വയം അറിയുക, സ്വയം പഠിക്കുക. പിന്നെ ദേവയജ്ഞം, നമ്മുടെ അടുത്തൊക്കെയുള്ള ആരാധനാലയങ്ങൾ കാണും, വേണ്ടത്ര സഹായം അവിടേക്ക് ചെയ്യുക. ഭൂതയജ്ഞം എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള മൂകജീവികളുണ്ടാവും, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ചെടികളുണ്ടാവും, വൃക്ഷങ്ങളുണ്ടാവും, അവയ്ക്ക് നനയ്ക്കുക, അവയെ പരിപാലിക്കുക. ഇതൊക്കെ ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ മനുഷ്യരാണെങ്കിലും ചില അവശത അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരെയൊക്കെ സഹായിക്കുക, അതിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ വേണ്ട തരത്തിലുള്ള യജ്ഞം ചെയ്യാത്തവർക്ക് ഈ 5 യജ്ഞവും, യജ്ഞം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ ക്ലേശിച്ചാലേ നടക്കുള്ളൂ. അമ്മ മുറ്റത്ത് തന്നെ തുപ്പുള്ളൂ, അച്ഛൻ മുറുക്കി മുറ്റത്ത് മാത്രം തുപ്പി വയ്ക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവരോട് എന്ത് പറയും? കർശനമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, പുറത്ത് പോയിരുന്നോണം, പുറകിലത്തെ മുറിയിൽ പോയിരുന്നോണം, വാതുക്കലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ ആജ്ഞാപിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ചോർന്നു പോകുന്നത്, നമ്മളുടെ ധർമ്മം ചോർന്നു പോകുന്നു. ധർമ്മ ഏവ പരം ദൈവം, ധർമ്മ ഏവ മഹാധനം, ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ നൃണാം. മനുഷ്യന്മാർക്കിത് ശ്രേയസ്സിനായിട്ടാണ് ഈ ധർമ്മം ഭവിക്കേണ്ടത്. അപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞ പിതൃയജ്ഞം എന്ന് പറയുന്നത് അനുഷ്ഠിക്കാത്തവർക്ക്, അല്ലെങ്കിൽ ഈ 5 യജ്ഞവും വേണ്ട പോലെ അനുഷ്ഠിക്കാത്തവർക്ക് ഗുരു പറയാണ്, ആ വാക്ക് ശ്രീനാരായണ ധർമ്മത്തിലുള്ള ആ വാക്കാണ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മളിനി ജീവിക്കുമ്പോൾ ഇവിടെയൊക്കെ എവിടെയെങ്കിലും ലോപം വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. നൂനം ദുർഗതിയ വാപ്നുയേത്, തീർച്ചയായും ദുർഗതിയെ പ്രാപിക്കും. ഒരു പറഞ്ഞ വാക്കാ, ഇതിനപ്പുറം ഇപ്പുറം ഉണ്ടോ? ഒരു പറഞ്ഞതിനപ്പുറം ഇപ്പുറം ഉണ്ടോ? ഞാൻ പറഞ്ഞപ്പോൾ തുടങ്ങിയ കഥ എന്തായിരുന്നു? മണ്ടാനത്ത് നാണുവാശാൻ വാക്ക് പറഞ്ഞതൊക്കെ വിക്കഴിഞ്ഞ് പോയി, ആ പറഞ്ഞതൊന്നും പ്രവർത്തിച്ചതൊന്നുമായിട്ട് ചെയ്തതിൻ്റെ ഒരു ജീവിതത്തിൽ വന്നൊരു ഭാരം നമ്മൾ കണ്ടു. ഇവിടെ ഗുരു പറഞ്ഞാൽ അതിന് പിന്നെ നീക്കുപോക്കില്ല. ഗുരു പറഞ്ഞതിന് പിന്നെ നീക്കുപോക്കില്ല. ഗുരുഗീത പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങി, ഗുരുഗീതയിൽ ഞാൻ അവസാനിപ്പിച്ചോളാം. ഗുരു ശിവഭഗവാൻ പറയാണ്, ശിവോ കൃഷ്ട ഗുരുസ്ത്രാത. ശിവൻ, ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ ഏതെങ്കിലും ഒരു ദേവത, ബ്രഹ്മാവോ വിഷ്ണുവോ മഹേശ്വരന്മാരോ ആരെങ്കിലും കോപിച്ചാൽ ഗുരു രക്ഷിക്കും. പക്ഷേ ഗുരോരിഷ്ടോ ശിവോ നഹി. ഗുരു ദോഷിച്ചാൽ, ഗുരു നമ്മളോട് ദ്വേഷിച്ചാൽ രക്ഷപ്പെടുത്താനും വേറെ ലോകത്തിൽ ആർക്കും സാധിക്കില്ലെന്ന്. അപ്പം അങ്ങനെ ഗുരുവിൻ്റെ കോപം, ശാപം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു നമ്മളോട് ഒരു കൃപയല്ലാത്തൊരു കാര്യം നമ്മൾ വാങ്ങിച്ചു വയ്ക്കാൻ ഇടയായാൽ, ഗുരു പറഞ്ഞില്ലേ, ഈ യജ്ഞം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ദുർഗതി ഉണ്ടാകും. അപ്പം നമ്മൾ ചുറ്റുപാടും നോക്കണം. ദുർഗതിക്കാരെയും സദ്ഗതിക്കാരെയും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാം, അല്ലേ? കണ്ടുകൂടെ? നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ നമ്മൾ പറയും, ഓ അവർക്കൊക്കെ നല്ല സുഖം, അയ്യോ അവരുടെ വീട്ടിൽ കണ്ടില്ലേ എപ്പോഴും ദുരിതങ്ങൾ മാറിയിട്ട് സമയമില്ല എന്ന് പറയും. എന്താ കാരണം? അന്വേഷിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും കർമ്മത്തിന് ലോപം വന്നിട്ടുണ്ട്. ഇത് നാരായണ ഗുരുദേവൻ നമ്മളെ ജീവിതത്തിലേക്ക് വഴികാട്ടിയായിട്ട് പറയണം, ഇത് മാത്രം ചെയ്തോ, നിങ്ങൾക്ക് സദ്ഗതി ഉണ്ടാകും. ദുർഗതിയല്ല, സദ്ഗതി ഭവിക്കും. സകല ജന്മങ്ങളിൽ നിന്നും വന്നു ചേർന്ന പാപങ്ങളെല്ലാം ഇല്ലാതെ പോകുന്നതാണ് ഇതെല്ലാം വേണ്ട വിധം നമ്മൾ ചെയ്താൽ. അപ്പം ഇത്തരം അറിവിൽ ആടനം ചെയ്ത് പോയിട്ട് നമ്മളുടെയൊക്കെ സ്ഥിതിയായിരിക്കുന്ന ഗൃഹസ്ഥധർമ്മം പാലിച്ച് വേണ്ട വിധത്തിൽ ജീവിച്ച് ആ ജീവിതത്തെ ഗുരുവിന് പ്രിയങ്കരമാക്കി തീർത്ത് കൃപയുടെ ആ സമുദ്രത്തിൽ, ഗുരുകൃപാ സമുദ്രത്തിൽ മുങ്ങി തീർത്ഥാടനം സാർത്ഥകമാക്കി തീർക്കുന്നതിന് വേണ്ടി 92ാമത് തീർത്ഥാടന വേളയിൽ വന്നെത്തിയിരിക്കുന്ന തീർത്ഥാടകരായി എത്തിയിരിക്കുന്ന ഗുരുഭക്തരായി എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും
ഗുരുവിൻ്റെ ശ്രീനാരായണ ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്ന് ഈ ഒരു നല്ല ഒരു ദിനത്തിൽ എനിക്കിവിടെ വന്ന് എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനായിട്ട് ഇവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള അറിവിൻ്റെ അഗ്രഗണ്യന്മാരായിരിക്കുന്ന സന്യാസിമാരെനിക്കൊരവസരം തന്നതൊരു വാത്സല്യപൂർവ്വം സ്നേഹത്തോടെ ഞാൻ ആ വാത്സല്യം നുകർന്നുകൊണ്ട് നിങ്ങളോട് ഏവരോടും എൻ്റെ സ്നേഹനിർഭരമായ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും ഗുരുവിൻ്റെ കടാക്ഷം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി 92ാമത് തീർത്ഥാടന കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്ന അറിവിൽ അടനം ചെയ്ത് ഈ 2025 നമ്മളെത്തുമ്പോൾ ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയോ ദുർഗുണങ്ങളുണ്ടോ അതിനൊക്കെ ഇല്ലാതാക്കി സദ്ഗുണികളായി അടുത്ത വർഷം നല്ല ഭംഗിയായിട്ട് ജീവിതത്തിൻ്റെ മൂല്യങ്ങളെയൊക്കെ ഒട്ടും ചോർത്തിക്കളയാതെ കൊണ്ടുപോയി ജീവിക്കാൻ നമ്മൾക്ക് സ്വയം ശുദ്ധരാകാനും മറ്റുള്ളവർക്കൊരു മാർഗദീപമാകാനും എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും തൃപ്പാദ നമസ്കാരം ചെയ്തുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.